വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. പൂജ്യസ്വാമിജി പുരുഷോത്തമ തീർത്ഥയുടെയും മാതാജി ശാന്താദേവിയുടെയും ഭൂമാനന്ദ സ്വാമിജിയുടെയും പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. കർത്തവ്യം എന്ന് പറഞ്ഞാൽ എന്നിൽ ഇന്ന് അർപ്പിച്ചിരിക്കുന്നതായ കർത്തവ്യം ശ്രീമദ് ഭാഗവതം 2-ാം സ്കന്ധത്തിലെ 1, 2, 3 അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നതായ ശ്ലോകങ്ങളെ അതിൻ്റെ അർത്ഥം ഞാൻ എങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ അതുപോലെ ഇവിടെ പറയുക എന്നുള്ളതാണ്. ആകെ മൊത്തം 101 ശ്ലോകങ്ങളാണ് ഈ 3 അധ്യായങ്ങളിലായിട്ടുള്ളത്. 1-ാമത്തെ അധ്യായത്തിൽ 39, 2-ാമത്തേതിൽ 37, 3-ാമത്തേതിൽ 25 ഉണ്ട്. ഈ ശ്ലോകങ്ങൾ എല്ലാം ഇവിടെ, എല്ലാം അല്ലെങ്കിലും ഏതെങ്കിലുമെങ്കിലും ഇവിടെ പറയുവാനും അതിൻ്റെ അർത്ഥം പറയുവാനും കൂടി കിട്ടിയിരിക്കുന്ന സമയം 1 മണിക്കൂറും 15 മിനിറ്റുമാണ്. അതുകൊണ്ട് പല ശ്ലോകങ്ങളും ചിലപ്പോൾ പ്രധാനപ്പെട്ടതായിരിക്കും, അത് വിട്ടുപോയി എന്ന് വരും. അതിനെല്ലാം ഈ സദസ്സ് ക്ഷമിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. 1-ാം സ്കന്ധത്തിൽ 38-ാമത്തെ ശ്ലോകമാണ് ഇന്നലെ മങ്ങാട് നമ്പീശൻ പറഞ്ഞു നിർത്തിയത്. അതായത് ഈ പരീക്ഷിത്ത് മഹാരാജാവ് അദ്ദേഹത്തിന് അവസാന നിമിഷം അടുത്തു എന്ന് മനസ്സിലായി, ഇനി ഒരാഴ്ചയേ ഉള്ളൂ എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ പകുതിയിലാണ് ഇന്നലെ അദ്ദേഹം നിർത്തിയത്. ആ ചോദിച്ച ചോദ്യം യശ്രോതവ്യമധോ ജാപ്യം യത് കർത്തവ്യം നൃഭി പ്രഭോ സ്മർത്തവ്യം ഭജനീയം വാ ബ്രൂഹി യദ്വാ വിപര്യം എന്നായിരുന്നു. അതിൽ ഒരു മനുഷ്യൻ, അദ്ദേഹം ചോദിച്ച ചോദ്യം, ഒരു മനുഷ്യൻ അയാൾ മരണസമയം അടുക്കുമ്പോൾ, അതെപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അടുക്കുമ്പോൾ അദ്ദേഹം ശ്രവിക്കേണ്ടതെന്ത്, മനനം ചെയ്യേണ്ടതെന്ത്, ചെയ്യേണ്ടതെന്ത്, ഇതെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ ഒരു ശകലം കൂടി വിപര്യം, ചെയ്യാൻ പാടില്ലാത്തത്, ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്തത്, സ്മരിക്കാൻ പാടില്ലാത്തത്, കേൾക്കാൻ പാടില്ലാത്തത്, ചെയ്യാൻ പാടില്ലാത്തത്, ഇതെല്ലാം എന്ത് എന്നാണ് ചോദിച്ചത്. ആട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പരീക്ഷിത്ത് മഹാരാജാവിന് ഇതൊന്നും അറിഞ്ഞൂടെ? നിശ്ചയമായും അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ഭഗവാന്റെ പരിപൂർണ കടാക്ഷത്തിന് പാത്രീഭൂതനായി. അതിനുശേഷമോ പിന്നീട് അവസാനം വരേക്കും ഭഗവാന്റെ കടാക്ഷം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പരമഭക്തനായ ഒരു പരീക്ഷിത്ത് മഹാരാജാവിന് ഇങ്ങനെയൊരു സംശയം നിശ്ചയമായിട്ടും ഉണ്ടാവില്ല. പിന്നെയോ അദ്ദേഹം ഇത് ചോദിച്ചതിലൊരു കാര്യമുണ്ട്. അതിൻ്റെ ഇടയിൽ വേറെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ വന്നിരിക്കുന്നതായ ആളുകൾ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ കഥ പറയുമെന്ന് പ്രതീക്ഷിക്കരുത് കേട്ടോ. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ കഥ, അത് കഥ അമൃതമാണെങ്കിൽ തന്നെയും അധികമായാൽ അമൃതം വിഷം എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതിൻ്റെ പിന്നാലെ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നുണ്ട്. അപ്പോൾ അധികം പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ കഥ പറഞ്ഞാൽ, ഇപ്പോൾ 9 കൊല്ലം മുൻപ് വരേക്കും 9 കൊല്ലമായിട്ട് ഈ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ കഥ പറയാതെ
ഒരു പ്രവക്താവും ഇവിടുന്ന് എണീറ്റ് പോയിട്ടില്ല. ഞാൻ കേൾക്കാറുള്ളതാ, കഴിഞ്ഞ 9 വർഷവും കേട്ടിട്ടുണ്ട്. ഇനി ഈ കൊല്ലവും മിനിഞ്ഞാന്ന് കേട്ടു, ഇന്നലെ ശുഖബ്രഹ്മർഷി വരണത് വരെയും കേട്ടു. ഇനി ആദ്യമേ ഞാനത് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് വിഷമായിരിക്കും, അധികമാകും അത് എന്നുള്ള ധാരണയോടുകൂടി ഞാൻ ഇനിയുള്ള ബാക്കി ഭാഗം, അത് കഥയല്ല കേട്ടോ, അത് കാര്യമാണ്. കാരണം ഈ ശുഖബ്രഹ്മർഷി ഇത് കളിയായിട്ടല്ല, കാര്യമായിട്ടാണ് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയതെന്ന് അങ്ങോട്ട് മുഴുവനാക്കട്ടെ. ഈ പരീക്ഷിത്ത് മഹാരാജാവിന് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഗർഭത്തിൽ പെട്ടതു മുതൽ പുറത്തേക്ക് വന്ന് എപ്പോൾ വേണമെങ്കിലും മരിക്കാമെന്നുള്ള ആളാണ്. ഞാൻ ഏതാണ്ട് ഒരു പൊട്ടക്കാര്യം പറയുകയാണെന്ന് വിചാരിക്കരുത്. ഈ വേദിയിൽ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കെ സെറിബ്രൽ ഹെമറേജ്, കുഴഞ്ഞു വീണു മരിച്ചു എന്ന് നാളത്തെ പേപ്പറിൽ കാണാനിടയായാൽ ആരും അതിശയിക്കണ്ട. കാരണം അങ്ങനെ എത്രയോ സംഭവിക്കാനുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പരീക്ഷിത്ത് മഹാരാജാവ്, അയ്യോ ഞാനിങ്ങനെ ഒരു ദുഷ്കർമ്മം ചെയ്തു പോയില്ലോ, എനിക്കൊരു ശാപം കിട്ടിയല്ലോ, അതിൽ നിന്ന് മോക്ഷം കിട്ടണമല്ലോ, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയുമില്ല. അപ്പം പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ ചോദ്യം ചോദിച്ചത്? അതും മാത്രമല്ല, പരീക്ഷിത്ത് മഹാരാജാവിന് നന്നായിട്ടറിയാം, ജന്തൂനാം നരജന്മം ദുർലഭം തത്ര പുംസ്ത്വം. ഇതൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. പരീക്ഷിത്ത് മഹാരാജാവ് ഒന്നും അറിയാണ്ടൊന്നും മഹാരാജാവായില്ല. അദ്ദേഹം ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല, മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അത് മൃഗങ്ങൾ ജനിക്കുന്നത് പോലെയല്ല. മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പ്രയത്നിക്കേണ്ടതാണ് മനുഷ്യജന്മം. ഇതും പരീക്ഷിത്ത് മഹാരാജാവിനറിയാം. പരമഭക്തനാണ് അദ്ദേഹം, ഇതറിയാതിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ജപിക്കേണ്ടത്, എന്താണ് കേൾക്കേണ്ടത്, എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരൂ എന്ന് ശുഖബ്രഹ്മർഷിയോട് ചോദിക്കുക. ശുഖബ്രഹ്മർഷി എന്ത് പറയുന്നു? മഹാരാജാവേ, അതാണ് 1-ാം അധ്യായത്തിലെ 2-ാം സ്കന്ധത്തിലെ 1-ാം അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം. മഹാരാജാവേ, താങ്കൾ പറഞ്ഞത് ചോദിച്ചത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നാണ് ഈ 2-ാം സ്കന്ധത്തിൽ 1-ാം അധ്യായത്തിൽ 1-ാമത്തെ അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് കേൾക്കണ ആളും ശുഖബ്രഹ്മർഷി പറയണ ആളുമാണ്. അപ്പോൾ ശുഖബ്രഹ്മർഷി പറയണതിനെ പരീക്ഷിത്ത് മഹാരാജാവിനോട് എന്തോ പറഞ്ഞു, അതിന് നമുക്ക് എന്തു പോയി എന്ന് നമ്മൾ വിചാരിക്കരുത്. പരീക്ഷിത്ത് മഹാരാജാവിന് വേണ്ടിയല്ല പറഞ്ഞത് ഈ നമ്മളെ പോലെയുള്ള ജന്തുക്കൾക്ക് വേണ്ടിയാണ്. ജന്തൂനാം നരജന്മം ദുർലഭം. നമ്മൾ നരന്മാരായിട്ട് ജനിച്ചാലും ജന്തുക്കളെ പോലെയാണ് കഴിയണത് എന്ന് പരീക്ഷിത്ത് മഹാരാജാവിന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ മരിക്കാറായില്ലോ, ഈ സമയത്തെങ്കിലും ഈ ഞാൻ പരിചയപ്പെട്ടുള്ള എൻ്റെ പ്രജകൾക്ക് ഇവർക്ക് ഹരിഭജനം ഒന്ന് മനസ്സിൽ വരണേ, ഭക്തി ഒന്ന് വരണേ. ഞാൻ പറഞ്ഞാൽ പോരെ, മഹാരാജാവ് പറഞ്ഞാൽ പോരെ? പരീക്ഷിത്ത് മഹാരാജാവിന് ശുഖബ്രഹ്മർഷി പറഞ്ഞ എല്ലാം അറിയാം. പക്ഷേ പരീക്ഷിത്ത് മഹാരാജാവ് എന്ത് കണ്ടു? ഞാൻ പറയുന്നതിനേക്കാളും ആളുവില കല്ലുവില. ശുഖബ്രഹ്മർഷി പറഞ്ഞാൽ കൂടുതൽ വിലയുണ്ടായിരിക്കും. ഇപ്പം ഇവിടെ തന്നെ നമ്മുടെ നൈമിശാരണ്യത്തിലേ ഞാൻ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ ചില ആളുകൾ വരണവർക്ക് നിശ്ചയമില്ലാണ്ടോ പരിചയമില്ലാണ്ടോ അവിടെ ഇവിടെ നിന്ന് വർത്തമാനം പറഞ്ഞു എന്ന് വരും, അച്ചടക്കത്തോടു കൂടി ഇരുന്നില്ല എന്ന് വരും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പാവപ്പെട്ട ധർമ്മസേവകർ അവർ പിന്നാലെ നടന്ന് പറയും. എന്നിട്ട് അവർ കൂട്ടാക്കിയില്ലെങ്കിൽ അവർക്കല്ല വഴക്ക് കേൾക്കുന്നത് ഭൂമാനന്ദ സ്വാമിജിയുടെ കയ്യിൽ നിന്ന് ധർമ്മസേവകർക്കാണ്. നിങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്ന് ചോദിക്കും. ധർമ്മസേവകർ മിണ്ടാതിരിക്കും. ഇപ്പറേ കൂടി ഭൂമാനന്ദ സ്വാമിജി കയറി വന്നിട്ട് നിശബ്ദം എന്ന് 3 അക്ഷരം പറഞ്ഞാൽ മതി, ആളുകളെല്ലാവരും നിശബ്ദരായി. ഇതേപോലെ തന്നെയായിരുന്നു അന്നും. അത് പരീക്ഷിത്ത് മഹാരാജാവിന് മനസ്സിലായി. അപ്പോൾ ശുഖബ്രഹ്മർഷിയെ കൊണ്ട് പറയിച്ചാൽ ഈ ജന്തുക്കൾക്ക് ഭക്തി ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം
ഇതൊക്കെ എനിക്ക് തോന്നിയതാട്ടോ, അല്ലാതെ ഞാൻ പുസ്തകത്തിലൊന്നും വായിച്ചതല്ലേ. ആയിരിക്കണം പറയിച്ചത്, അല്ലാതെ നല്ലപോലെ ഉത്തരം അറിയാവുന്ന ഒരു ചോദ്യം. ഒരു ബ്രഹ്മർഷിയെടുക്കൽ പോയിട്ട്, ഏറ്റവും വലിയ ഋഷിയാണ് ആ സമയത്തിൽ ഈ ശുഗബ്രഹ്മർഷി, പരമജ്ഞാനി. അമ്മയുടെ വയറ്റിൽ കിടന്നിരുന്നപ്പോൾ തന്നെ പരമജ്ഞാനിയായിട്ട് കക്ഷി വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരാൻ കൂട്ടാക്കിയില്ല ശുഗബ്രഹ്മർഷി. അമ്മയുടെ ഗർഭം 10 മാസം കഴിഞ്ഞു, 11 12 1 വർഷം, അങ്ങനെ 2 3 4 5 16 വർഷം കഴിഞ്ഞിട്ടും കുട്ടി പുറത്തേക്ക് വരണില്ല. ഒരു ദിവസം അവർ വളരെ സങ്കടത്തോടുകൂടി അവരുടെ ഭർത്താവിനോട് പറഞ്ഞു, നോക്കൂ, എനിക്ക് ഈ ഗർഭം താങ്ങാൻ വയ്യ, എന്തേ ഈ കുട്ടി പുറത്തു വരാത്തത്? അപ്പോൾ വേദവ്യാസ മുനി അവരുടെ ആ കുട്ടി വയറ്റിനുള്ളിലിരിക്കുന്ന കുട്ടിയോട്, മോനെ നീ എന്തേ പുറത്തു വരാത്തത്? അമ്മയുടെ മലമൂത്രാദികളുടെ ഇടയ്ക്ക് ഈ നാറ്റം സഹിച്ചുകൊണ്ട് നീ എത്ര കാലമായി ഇരിക്കണു, എന്തേ പുറത്തു വരാത്തത്? ശുഗബ്രഹ്മർഷി എന്ത് മറുപടി പറഞ്ഞു എന്നറിയാവോ? വയറ്റിലിരുന്നോണ്ട്, അമ്മയുടെ മലവും മൂത്രവും ഒന്നും സാരമില്ല എൻ്റെ അച്ഛ, ഞാൻ പുറത്തേക്ക് വന്നാൽ എന്നെ മായ പിടികൂടും. ഈ മായയുടെ ഛായ എനിക്ക് പറ്റില്ല, മായയുടെ ഗന്ധം അതെനിക്ക് സഹിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാനിവിടെ സൗഖ്യമായിട്ട് അമ്മയുടെ വയറ്റിൽ തന്നെ ഇരുന്നോളാം. അവസാനം വ്യാസശുക സംവാദം എന്ന് പറഞ്ഞ് വലിയൊരു സംവാദമുണ്ട്. ആ സംവാദത്തിന് ശേഷമാണ് ശുഗമിന് പുറത്തേക്ക് വന്നത്. അപ്പോൾ അച്ഛനെ വെട്ടിച്ച ജ്ഞാനിയാണ് ആ പരമജ്ഞാനിയായ ശുഗമുനി. നമ്മുടെ പരീക്ഷിത് മഹാരാജാവിനോട് എന്താണ് പറഞ്ഞത് എന്നുള്ളത് അത് കഥയല്ല, കാര്യമാണെങ്കിൽ തന്നെ കേൾക്കണമെന്നുണ്ടാവുമെന്ന് വിചാരിക്കണു. അതിലേക്കാണ് കേട്ടോ ഞാൻ കടക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പരീക്ഷിത് മഹാരാജാവ് ചോദിച്ച ചോദ്യം ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ചെയ്യേണ്ടതെന്ത്, ഓർമ്മിക്കേണ്ടതെന്ത്, മനനം ചെയ്യേണ്ടതെന്ത്, നിധിധ്യാസനം ചെയ്യേണ്ടതെന്ത്, സ്മർത്തവ്യമെന്ത്, കർത്തവ്യമെന്ത് എന്നൊക്കെ ചോദിച്ചു. അതിൻ്റെ അവസാനത്തിലാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്തെന്ന് ചോദിച്ചത്. അപ്പം ചെയ്യാൻ പാടില്ലാത്തതിനെയാണ് ആദ്യം ശുഗബ്രഹ്മർഷി പറഞ്ഞത്. മനുഷ്യനായാൽ ചെയ്യാൻ പാടില്ലാത്തത്. ഇപ്പോൾ ഒരാൾക്ക് പ്രമേഹ രോഗം പിടിച്ചു, ഡോക്ടറുടെ അടുക്കെ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മധുരം തൊടരുത് കേട്ടോ, എന്നിട്ട് ഈ മരുന്നൊക്കെ കഴിച്ചോളൂ, ഡയറ്റൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കണം, മധുരം തൊട്ടുപോകരുത്. അപ്പം മരുന്ന് ഒരു വഴിക്ക് കഴിച്ചു, മധുരവും ഒരു വഴിക്ക് കഴിച്ചാൽ സൂക്കേട് ഭേദാവില്ല. ഈ നമ്മുടെ ഭവരോഗം ഭേദമാകാത്തതിന് കാരണം ഇതാണ്. നമ്മൾ ഈശ്വര എന്ന് വിളിക്കും, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭഗവാനെ ചിന്തിക്കും, വൈകുന്നേരവും ചിന്തിക്കും, ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വന്നാൽ ദുഃഖം വരുമ്പോൾ പ്രത്യേകിച്ചും ചിന്തിക്കും. എന്നിട്ട് എന്തേ എനിക്കൊരു സമാധാനം കിട്ടാത്തത്? അതേ, ചെയ്യാൻ പാടില്ലാത്തതുണ്ട് ഇവിടെ കുറേ, അതാണ് ചെയ്യണത്. എന്തായി ചെയ്യാൻ പാടില്ലാത്തത്? ഒന്നാമത്തേത് വിഷയചിന്ത പാടില്ല. അതിനെ വേണം ആദ്യമായിട്ട് ഓടിക്കാൻ. ഇത് തന്നെ ഈ ശുഗബ്രഹ്മർഷി നമ്മുടെ പരീക്ഷിത് മഹാരാജാവിനോട് പറഞ്ഞത് തന്നെ. എത്രയോ കഥകളിൽ എത്രയോ മഹാത്മാക്കൾ ഇതുപോലെയുള്ളതായ ആളുകൾക്ക് ഉപദേശിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ പറയാം. അഷ്ടാവക്ര ഗീതയിൽ അഷ്ടാവക്ര മുനി ജനക മഹാരാജാവിന് ഉപദേശം കൊടുക്കുകയാണ്. ആദ്യത്തെ ഉപദേശം, മുക്തിമിച്ഛസി ചേത്താത വിഷയാൻ വിഷവത്യജ ക്ഷമാർജവദയാതോഷ സത്യം പീയൂഷവദ്ഭജ എന്നാണ്. വിഷയാൻ വിഷവത്യജ, നിനക്ക് മുക്തി കിട്ടണോ ജനക മഹാരാജാവേ, ആദ്യം തന്നെ ഈ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിന്മാറ്റുക. ഇത് തന്നെ വിഷയത്തിൻ്റെ പിന്നാലെ പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷുപജായതേ സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി ധ്യായതോ വിഷയാൻ പുംസഃ
ബുദ്ധിനാശാത് പ്രണശ്യതി. വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നവൻ ബുദ്ധി നശിക്കുകയും അതോടുകൂടി അവന് സർവനാശം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പം കാണണ്ടല്ലോ പേപ്പറിൽ, അവിടെ നാശം ഇവിടെ നാശം, എല്ലാ ദിക്കിലും നാശം. അതെന്താ കാരണം? ഈ വിഷയത്തിൻ്റെ പിന്നാലെ പോക്കാണ് പ്രധാനപ്പെട്ട കാരണം. അവന് നാശമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇത് തന്നെ നമ്മുടെ ശുകബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനോട് പറഞ്ഞു. വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിക്കുക. വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇത്ര പ്രാവശ്യം ഭൂമാനന്ദ സ്വാമിജി പറഞ്ഞു തന്നിട്ട് നമ്മൾക്ക് മനസ്സിലായില്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞതുകൊണ്ട് മനസ്സിലാവാൻ പോണില്ല. അതുകൊണ്ട് ഞാൻ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാൻ പോണില്ല. വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിക്കുക. അപ്പം നമ്മളുടെ പരീക്ഷിത് മഹാരാജാവ് അത് ശരി, വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിക്കാൻ പരീക്ഷിത് മഹാരാജാവിന് സാധിച്ചു. ഇനി ഒരാഴ്ചയേ ഉള്ളൂ മരിക്കാമെന്ന് പറഞ്ഞപ്പോൾ സകലതും ഉപേക്ഷിച്ചിട്ട് പോയി പ്രായോപവേശത്തിന് റെഡിയായി, സന്തോഷമായിട്ട് കേട്ടോ, ശാന്തനായി സന്തോഷമായിട്ട് വിഷമിച്ചിട്ടല്ല പോയിരുന്നു. അതുപോലെ നമ്മുടെ പ്രജകളിരിക്കുമോ? നമ്മളാരെങ്കിലും ഇരിക്കുമോ? ദേ 2 ദിവസമേ ഉള്ളൂ കേട്ടോ മരിക്കാമെന്ന്. അത് കേൾക്കുമ്പോഴേക്കും അപ്പം തന്നെ ഷോക്കടിച്ച് മരിക്കും. സമാധാനത്തോടുകൂടി മരിക്കില്ല, വിഷമിച്ചിട്ട്. അപ്പോൾ പുനർജന്മം യാതൊരു സംശയമില്ല. പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ഖലു ദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ ഭജഗോവിന്ദം ഭജഗോവിന്ദം. ആരാ? ശങ്കരാചാര്യർ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് മനസ്സിലാകാത്ത നമുക്കാണോ ഞാനിവിടെ ഇരുന്നുകൊണ്ടൊരു ശിവപ്രിയ പറഞ്ഞാൽ? ഞാൻ പറയണമെന്ന് മാത്രമേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കലല്ലാതെ നമ്മളൊന്നും ഭജഗോവിന്ദം ഭജഗോവിന്ദം എന്നും പറഞ്ഞ് ഭജിക്കുന്നൊന്നും വിചാരിക്കണില്ല. അത് ഭജിച്ചാലും അത് നേരാവണ്ണം ആവില്ല. ഇപ്പറേ പഞ്ചസാര തിന്നുകൊണ്ട് അപ്പറേ ഗുളിക കഴിക്കണത് പോലെയാണ്. അതാണ് കാരണം. അപ്പോൾ ഈ ശുകബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറഞ്ഞു വിഷയവാസനകളിൽ നിന്നും പിൻവലിക്കണമെന്ന്. അതങ്ങനെ വിഷയങ്ങളിൽ നിന്ന് പെട്ടെന്ന് പിൻവലിക്കാൻ സാധിക്കണില്ലല്ലോ. ഇത് തന്നെ അർജുനൻ ചോദിച്ചു ഭഗവത്ഗീതയിൽ. ഞാൻ പറയണില്ല കേട്ടോ, പറഞ്ഞു പോയി എൻ്റെ നേരം പോകും, 10:15 ഇറങ്ങിപ്പോണം. അതിനു മുമ്പ് ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കണ്ടേ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ വിഷയങ്ങളിൽ നിന്നും പിൻവലിക്കാൻ സാധിക്കുന്നില്ല. അതിനെന്തെങ്കിലും വഴിയുണ്ടോ? സൂത്ര വഴി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ. ഈ ചോദിച്ച ചോദ്യവും പരീക്ഷിത് മഹാരാജാവിനെ അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടി ശുകബ്രഹ്മർഷിയുടെ മുഖത്തിൽ കൂടി പറയിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ശുകബ്രഹ്മർഷി പറഞ്ഞു, നോക്കൂ, ഈ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ആദ്യം തന്നെ ഉണ്ടല്ലോ, രാവിലെ എഴുന്നേറ്റാലേ ആദ്യം മുറ്റം അടിക്കണം. മുറ്റം അടിച്ചിട്ട് വേണം റൂമുകളൊക്കെ അടിച്ചു വാരി തുടയ്ക്കാൻ. പൂജാമുറി വൃത്തിയായിട്ട് അടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മളൊന്ന് കുളിക്കണം. കുളിച്ച് വന്നിട്ട് വിളക്ക് കൊളുത്തി അങ്ങനെ പോകണം. അതുപോലെ ഈ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ, വിഷയങ്ങളുടെ പിന്നാലെ പോകാതിരിക്കണമെങ്കിൽ, പോവുകയാണെങ്കിൽ അതിനെ പിടിച്ചു വലിക്കണമെങ്കിൽ അതിനാദ്യം ചിലതൊക്കെ ചെയ്യാനുണ്ട്. ഒന്നാമത് ചെയ്യേണ്ടത് ആസനജയം. ഒരു ദിക്കിൽ അടങ്ങിയിരിക്കാൻ പഠിക്കുക. നോക്കിയോക്കോ, ഇവിടെ 1.25 മണിക്കൂർ നേരത്തെ പ്രഭാഷണമാണ്. എത്ര പേര് അതിലെ ഇതിലെ അവർക്ക് ഒരു ദിക്കിൽ അടങ്ങിയിരിക്കാൻ വയ്യേ. അതുകൊണ്ടാണ് അടങ്ങിയിരിക്കാൻ വയ്ക്കണ കുറേ ആളുകളുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അടങ്ങിയിരിക്കാത്ത എത്രയോ ആളുകളുണ്ട് ഇതിലെ അവർക്ക് എന്താ പറയുക, ഒരു അടങ്ങിയിരിക്കാനായിട്ട് സാധിക്കില്ല. ഇത് മനുഷ്യർക്ക് സാധാരണ ഉള്ളതാണ് കേട്ടോ. ഞാനിവിടെ ഇപ്പം അടങ്ങിയിരിക്കണതുണ്ടല്ലോ, ഇത് പറയാൻ വേണ്ടിയാ. അല്ലെങ്കിൽ ഞാൻ ഓടുകയുള്ളൂ, ഒരു നേരം ഒരു ദിക്കിൽ ഇരിക്കാറില്ല. അപ്പോൾ ഈ ഒരു ദിക്കിൽ അടങ്ങിയിരിക്കുക, ഇത് ഈ 90 വയസ്സായിട്ടും 80 വയസ്സായിട്ടും 70 വയസ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 60 വയസ്സായിട്ടും അടങ്ങിയിരിക്കാൻ പുറപ്പെട്ടാൽ ഇവിടെ വേദന, അവിടെ വേദന, ഇവിടെ എല്ല് തേയ്മാനം, അവിടെ വാദം, ഇവിടെ പിത്തെന്നും പറഞ്ഞ് നമ്മളെ അയക്കില്ല. ഇത് നേരത്തെ തന്നെ ചെയ്യേണ്ടതാണ്. എന്നാൽ നമുക്ക് നേരത്തെ ഇതിനുള്ള ഇത് കിട്ടിയിട്ടില്ലേ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 62 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ 1-ാം ക്ലാസ്സിൽ പോയി ചേർന്നു. എന്നെ ചേർത്തിയപ്പോൾ ആദ്യം തന്നെ ടീച്ചർ വന്നിട്ട് എല്ലാവരും അവിടെ അടങ്ങിയിരിക്കൂ, കൈ കെട്ടു, മിണ്ടരുത്, കണ്ണുപൂട്ടു. കണ്ണുപൂട്ടാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഊ എന്നൊക്കെ കാണിച്ചു തുടങ്ങി. കണ്ണുപൂട്ടിയിട്ട് ഇരിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്, എന്താണെന്ന് അറിയണ്ടേ നാല് ചുറ്റും നടക്കണത്. കണ്ണുപൂട്ടിയില്ലെങ്കിൽ വേണ്ട, കൈ കെട്ടിയിരിക്കൂ, വായ പൊത്തു എന്ന് പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സ്റ്റാൻഡപ്പ്, റൈറ്റ് ഹാൻഡ്,
ഫ്രണ്ട്, ലെഫ്റ്റ് ടേൺ, ഫ്രണ്ട്, സിറ്റ് ഡൗൺ. അത് കഴിഞ്ഞിട്ട് ആദ്യം കൈ കെട്ടിയിരിക്കും. ആദ്യം ഞങ്ങളെ പഠിപ്പിച്ചത് കൈ കെട്ടിയിരിക്കാനാണ്. അതെന്തിനാണെന്നറിയാമോ? ഇനി പറയാൻ പോണ തറാപറാക്കെ ഉണ്ടല്ലോ, പനാപാവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇരിക്കണം ക്ഷമയോടുകൂടി. അത് ഇരിക്കാനുള്ളതായ ഇത് തന്നെയാണ് ശുഗബ്രഹ്മർഷി പറഞ്ഞത്. പുതിയതൊന്നും പറഞ്ഞില്ല കേട്ടോ. ആസനജയം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള സൗകര്യമുള്ള ഒരാസനത്തിൽ ഒരു പോസിൽ ഇരിക്കാൻ സാധിക്കണം. ആസനജയം. അതിപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ പലർക്കും പറ്റില്ല, അത് ശീലമില്ലാത്തതുകൊണ്ട്. അപ്പം കസേരയിൽ ഇരുന്നോട്ടെ, അല്ല ഈസി ചെയറിലാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അടങ്ങി ഒതുങ്ങി ഇരിക്കണം കുറച്ച് നേരം. അതാണ് ആദ്യം ഉണ്ടാകേണ്ടത്. അത് കഴിഞ്ഞാലോ അടുത്തത് ഇതെന്തിനാണെന്നറിയാമോ? മനസ്സിനെ ഒതുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലിങ്ങനെ പല ചിന്തകളും വന്നുകൊണ്ടിരിക്കും, അതിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. മനസ്സിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് പറയണതാണ്. ആസനം ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ, കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. അടുത്ത് പറയാൻ പോണതുണ്ടല്ലോ പ്രാണായാമം. ഇത് നമ്മൾ എന്നും എപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഏത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്, നിശ്വാസമായി പുറത്തേക്ക് വിടുന്നുണ്ട്. ഉള്ളിലേക്ക് എടുക്കുന്ന വായു അല്പം ശുദ്ധമുള്ളതാണ്. ഇപ്പം കുറേ ശുദ്ധി കുറവാണെങ്കിലും അതിനേക്കാളും അശുദ്ധമാണ് പുറത്തേക്ക് വിടുന്ന വായു. ഇതിനൊരു ചെറിയതായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം, ഈ വായു ഉള്ളിലേക്ക് പോകണേനും പുറത്തേക്ക് വരണേനും. അത് ആദ്യം തന്നെ ഉള്ളിലേക്ക് വായുവിനെ കയറ്റുക കയറ്റി കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് പറഞ്ഞ് പുറത്തേക്ക് വിടുക. പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉള്ളിലേക്ക് വായുവിനെ എടുക്കാതെ കുറച്ച് നേരം അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഒരു ക്രമത്തിൽ വായുവിനെ കുറച്ച് നേരം നമ്മളിങ്ങനെ നീട്ടി ശ്വാസോച്ഛ്വാസം എടുത്താൽ നമ്മുടെ നമുക്കൊരു ശാന്തി കിട്ടിയതുപോലെ ഒരു തോന്നലുണ്ടാവും. ഇത്ര നേരം അലഞ്ഞു തിരിഞ്ഞിരുന്നല്ലോ മനസ്സ്, ഇപ്പം ഇത്തിരി അടങ്ങിയിട്ടുണ്ടല്ലോ എന്ന്. പക്ഷേ ഒരു പരിധി വരെ മാത്രമേ അടങ്ങുള്ളൂ കേട്ടോ. അതായത് ആദ്യം തന്നെ അന്നമയ കോശത്തിനെ ഒന്ന് അടക്കിയിരുത്തി. ഇനി അടുത്തത് പ്രാണമയ കോശത്തിന് 5 കോശങ്ങളുണ്ടെന്നൊക്കെ ധാരാളം കേട്ടിട്ടുണ്ടാവും. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ആനന്ദമയ കോശത്തിലേക്ക് പോകാനാണ് നമ്മൾ. ആനന്ദമായിട്ട് ഇരിക്കാനുള്ള പരിപാടിയാണ്. യാതൊരു ചിന്തയും ഇല്ലാതെ മോക്ഷപ്രാപ്തി ഉണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പരീക്ഷിച്ച് ചോദിച്ചത്. അതിനുള്ള മറുപടിയിൽ പറയുമ്പോൾ ഈ പ്രാണനെ ഇങ്ങനെ പ്രാണായാമം ചെയ്യുമ്പോൾ ഇതിങ്ങനെ ആദ്യം തന്നെ ഈ ശ്വാസത്തിലൊക്കെ പിന്നെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ പ്രാണായാമത്തിൽ. അതൊന്നും ഞാൻ പറയാത്തതല്ല, എനിക്ക് അറിഞ്ഞുകൂടാത്തതാണ്. വേണമെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയാണെന്നുള്ളത്, ഇത് മാത്രമേ അറിയാൻ പാടുള്ളൂ. അപ്പോൾ ഈ പ്രാണനെ ഈ ശ്വാസോച്ഛ്വാസം ഇങ്ങനെ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ തോതിൽ ഒരു ശാന്തി സമാധാനം കിട്ടും. അടങ്ങിയിരുന്നാൽ തന്നെ കുറച്ച് സമാധാനം കിട്ടും. ഇതും കൂടി ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കൂടി ഒരു സൂത്രമുണ്ട്. എന്ത്? ഓങ്കാരം ജപിച്ചുകൊണ്ട് പ്രാണായാമം ചെയ്യുക. ഓങ്കാരം ഇപ്പോൾ ഇവിടെ ധാരാളം ആളുകൾ ഭൂമാനന്ദ സ്വാമിജി ഓന്ന് തുടങ്ങുമ്പോഴേക്കും കൂട്ടത്തിൽ തുടങ്ങും. 3 പ്രാവശ്യമെങ്കിൽ ഒരു ദിവസം ഒരു സ്വാമിജി 2 പ്രഭാഷണം നടത്തിയാൽ ഒരു 6 പ്രാവശ്യമെങ്കിലും ഓങ്കാരം ചൊല്ലിക്കും. എന്താ ഈ ഓങ്കാരം? ഓങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ സൂചിപ്പിക്കുന്ന ഒറ്റ അക്ഷരം, ഒരൊറ്റയാണ് ഓം എന്നുള്ളത്. ഇതിനെന്താ അത്ര പ്രത്യേകത? നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിന്നപ്പോഴേ, ഇന്നാളൊരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഞാൻ ഇപ്പോൾ അറിയില്ല, കുറേ കാലം കൂടിയിട്ട് പോയപ്പോൾ ഓന്നൊരു ശബ്ദം, ഏതൊരു ട്രെയിൻ വരിക. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടോ ഇപ്പറേ നോക്കിയപ്പോൾ ഉണ്ട് ഓ എന്നും പറഞ്ഞ ഒരു നായ. ഒക്കെ ഓങ്കാരം പോലെ തന്നെയുണ്ട് കേട്ടപ്പോഴേ. അതായത് നമ്മുടെ ചെവിയിൽ നമ്മുടെ മനസ്സ് നല്ലതായതുകൊണ്ടോ എന്തോ ഈ ശബ്ദങ്ങളെല്ലാം ഓങ്കാരം പോലെ കേട്ടു. അപ്പോൾ ഇതും നമ്മൾ 1-ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ തത്വം. പക്ഷെ നമ്മളത് ഓങ്കാരമാണെന്നൊന്നും അറിഞ്ഞില്ല എന്നേ ഉള്ളൂ. ഞാൻ പറയട്ടെ, വായ തുറന്നു കഴിഞ്ഞാൽ ആ, അതൊന്നോടെ നീട്ടിയാൽ ആ, ഈ, ഉ, ഊ, എ, ഐ, ഓ, ഔ, കഴിഞ്ഞു. വായി പൂട്ടി. ഇനി അങ്ങനെ ഈ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഈ അക്ഷരങ്ങളെല്ലാം ഒന്നാമത് വരുന്നതായിട്ട് ഞാൻ പഠിച്ച 1-ാം പാഠപുസ്തകം എൻ്റെ കണ്ണിന് മുമ്പിലുണ്ട് കേട്ടോ. അമ്മ,
അണ, ആന, ആമ, ഇല, ഇമ, ഈറ, ഈച്ച, ഉറി, ഉല, ഊത്ത്, ഊഞ്ഞാൽ, എലി, എരുമ, ഏണി, ഏലം, ഒട്ടകം, ഒച്ച്, ഓല, ഓന്ത്, ഔഷധം. അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞാൽ ഒരു ഐരാവതം ഉണ്ട് കേട്ടോ. അതിന് പടവില്ല, അതുകൊണ്ടാണ് അത് ഓർമ്മ വരാത്തത്. ഒരു ഐരാവതമുണ്ട്. ഐ ഓ ഔ. ഈ ഓം എന്നുള്ളതായ ഈ ശബ്ദം ആ മുതൽ അം വരെയുള്ള എല്ലാത്തിലും കൂടി കടന്നു പോണതാണ്. ഇനി ഒരു ശബ്ദം ഉണ്ടാക്കണമെങ്കിൽ ഒന്നിൽ മൂക്ക് വേണം. മാ എന്ന് പറഞ്ഞെങ്കിൽ മാ മൂക്കിലേക്ക് പറ്റില്ല. ങാ മൂക്ക് വേണം. ചാ പല്ലു വേണം. ഇതൊന്നുമില്ലാതെ ഫ്രീ ആയിട്ട് പറയാവുന്ന സൗണ്ട് ഇതൊക്കെയാണ്, ആ മുതൽ അം വരെയുള്ളത്. ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഓം എന്നുള്ള ശബ്ദം, അത് ഭഗവാന്റെ പ്രതീകമാണ്. തുളസി കണ്ട നമുക്ക് ഈശ്വരാന്ന് ഓർമ്മ വരും. ആല് കണ്ടാൽ ഓർമ്മ വരും. കറുകപ്പുല്ല് കണ്ടാൽ ഓർമ്മ വരും. സാധാരണ പുല്ല് കണ്ടാൽ ഓർമ്മ വരില്ല. അപ്പോൾ ഇതെല്ലാം ഓർമ്മ വരാത്തതിന് കാരണം അത് നമ്മൾ അതിനെ ഭഗവാനായിട്ട് കാണാത്തത് കൊണ്ട്, ഇതിനെ ഭഗവാനായിട്ട് കാണണമെന്ന് നമ്മൾ കുട്ടിക്കാലം മുതൽ ശീലിപ്പിച്ചത് കൊണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഓം എന്നുള്ളതായ ശബ്ദത്തിന് ഇങ്ങനെ ഒരു പ്രാധാന്യമുള്ളത് കൊണ്ട് ഓംകാരത്തോടു കൂടിയിട്ട് പ്രാണായാമം ചെയ്താൽ ഒരു പരിധി വരേക്കും, മനസ്സങ്ങനെ പിടിച്ചാൽ കിട്ടണ സാധനമൊന്നുമല്ല, ഒരു പരിധി വരേക്കും ശരി. അപ്പോൾ എന്തൊക്കെയായി? പരീക്ഷിത് മഹാരാജാവ് ചോദിച്ച ചോദ്യത്തിന് ആദ്യം ചെയ്യാൻ പാടില്ല, വിഷയങ്ങളുടെ പിന്നാലെ പോകരുത്, മക്കള്, ഭാര്യ, അത് ഇതെന്നും പറഞ്ഞാൽ പണം, കാശ്, പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ, ഇതൊക്കെ മതിയാക്കുക. ഇതിനൊക്കെ ചുരുട്ടി വെച്ചിട്ട് അടങ്ങിയിരിക്കാൻ ആദ്യം ശീലിക്കുക. അടങ്ങിയിരിക്കാൻ ഇപ്പോൾ മുറിക്കകത്ത് കയറി വീട്ടിനകത്ത് അടങ്ങിയിരിക്കാൻ പറ്റണില്ലേ? പ്രാണായാമം ചെയ്യാൻ വയ്യേ? മനസ്സിനെ ഒതുക്കാൻ പറ്റിഞ്ഞ അടുത്തത് പ്രത്യാഹാരം എന്ന് പറയേണ്ടതാണ് കേട്ടോ. കുറച്ചും കൂടി കട്ടിയുള്ളതാണ്. അതായത് 1 മുതൽ 10 വരെയുള്ള ക്ലാസ്, അത് കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി ലെവല്, അത് കഴിഞ്ഞാൽ ഡിഗ്രി ലെവല്, പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ, അത് കഴിഞ്ഞാൽ പിന്നെ PhD ലെവല്, അങ്ങനെ പോവുക. അപ്പം നമ്മളിപ്പോൾ 2ാമത്തേതായിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ പ്രാണായാമം അതും എളുപ്പം തന്നെയാണ്. 10ാം ക്ലാസ്സും +2 ഒക്കെ സാധാരണ പഠിക്കാം, പാസ്സാകാം. അത് കഴിഞ്ഞാൽ അടുത്തതാണ് പ്രത്യാഹാരം. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരത്തേക്ക് ഒന്ന് മനസ്സ് ഒതുങ്ങി നിന്നു, അത് കഴിഞ്ഞാൽ അതിങ്ങനെ ഓടും. ഇപ്പം തന്നെ ഉണ്ടാവും. നിങ്ങളൊന്ന് നിങ്ങളുടെ മനസ്സിനെ നോക്കൂ. അയ്യോ, ഞാൻ വീട്ടിൽ താക്കോൽ എവിടെയാണോ, ആരുടെ കയ്യിലാണോ കൊടുത്തത്, അല്ലെങ്കിൽ ഇന്ന് ഉച്ചത്തേക്കുള്ള ഭക്ഷണം അതിപ്പോൾ വേണ്ടാലോ, ഇവിടെ കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ ചിന്തകളിലേക്ക് നമ്മൾ പോവും. ഫോറിന് പോയേക്കണേ മകൻ്റെ കാര്യമോ, അല്ലെങ്കിൽ സ്കൂളിൽ പോയേക്കണ കുട്ടിയുടെ കാര്യമോ, എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ ഓടി വരും. അങ്ങനെ വരുമ്പോൾ അതിനെ പിടിച്ച് കൊണ്ടുവന്ന് അതിനെ ഒതുക്കാൻ ശ്രമിക്കണം. എങ്ങനെ ഇതിനെ പിടിച്ചു കൊണ്ടുവരിക? എത്രയോ ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മളതിനെ വിട്ടേക്കുക. ഈ കാളയെ നടയടിച്ച് വിടുന്നത് പോലെ നടയടച്ച് വിട്ടേക്കുക, ഇഷ്ടം പോലെ പോയിക്കൊള്ളാൻ. നമ്മൾ ഒരിക്കലും അതിനെ പിടിച്ച് കെട്ടാൻ ശ്രമിക്കണില്ല. പിടിച്ച് കെട്ടാൻ ശ്രമിച്ചാൽ എന്താ ഞങ്ങളൊക്കെ പറയാറുണ്ട്, ചൂല് പോലെ അങ്ങോട്ട് വരും, നമ്മുടെ അടുത്തേക്ക് വരും, അടങ്ങി നിൽക്കും മനസ്സ്. ഇതിനെ അടക്കാൻ വഴികളുണ്ട്. എപ്പോഴെപ്പോൾ മനസ്സ്, ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞത് എപ്പോഴെപ്പോൾ മനസ്സ് പാളിപ്പോകുന്നു അപ്പോഴെപ്പോൾ പിടിച്ചു വലിച്ചിട്ട് എന്ത് വേണം? ആ മനസ്സ് എന്ന് പറയുന്നത് ചിന്തകളുടെ സമാഹാരമാണ് കേട്ടോ. ഇതൊന്നും അറിഞ്ഞിരുന്നാൽ വളരെ നല്ലതാണ്. മനസ്സ് എന്ന് പറയുന്നത് ചിന്തകളുടെ കൂട്ടമാണ്. നിറച്ചും ചിന്തകൾ നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മനസ്സ് ഇത്രയും ഉള്ള ഒരു സാധനമാണെന്ന് വിചാരിക്കൂ. ഒരു കാക്കത്തൂവല് പോലെയോ ഒരു മയിൽപ്പീലി പോലെയോ ഉള്ളൊരു സാധനമാണെന്നൊന്ന് സങ്കല്പിക്കൂ മനസ്സെന്ന് പറയുന്നത്. ഇപ്പം തൽക്കാലം ഞാൻ എൻ്റെ ഈ കൈ കാണിച്ചു തരാം. ഇതാണ് മനസ്സെന്ന് വിചാരിക്കുക. ഇതിലിങ്ങനെ തിങ്ങി ചിന്തകളിരിക്കുക. കുട്ടിക്കാലത്തോ ബാലസ്ഥാപത് ക്രീഡാസക്ത, തരുണസ്ഥാപത് തരുണീരക്ത, വൃദ്ധസ്ഥാപത. അപ്പം അവിടെയായിരുന്നു ഒരു സമാധാനം ഉണ്ടായിരുന്നത്. കാരണം കുട്ടിക്കാലത്തെ കളിയും ചിരിയും എന്തെങ്കിലും വിശന്ന ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ആയിരിക്കും. കുറച്ച് ചെറുപ്പമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളേജിലൊക്കെ ആയി ഒരു 16, 17, 18 വയസ്സൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോയ് ഫ്രണ്ട് വേണം, ഗേൾ ഫ്രണ്ട് വേണം എന്നൊക്കെ തോന്നി തുടങ്ങും. അങ്ങനെ തോന്നി തുടങ്ങിയിട്ട് ആ തോന്നൽ മൂക്കുമ്പോൾ വിവാഹം കഴിക്കും.
ഇതൊക്കെ സാധാരണ ഉള്ളത് തന്നെയാണ്. വിവാഹം കഴിച്ചു കഴിഞ്ഞാലോ പിന്നെ കുട്ടികളായി, ഉദ്യോഗമായി, പൈസ പോരാ, ഇവിടെ നാട്ടിൽ പണിയെടുത്താൽ ശരിയാവില്ല, ഫോറിനിൽ പോയി സമ്പാദിക്കണം, സമ്പാദിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാലും പ്രശ്നം, കൊണ്ടുവന്നില്ലെങ്കിലും പ്രശ്നം. അപ്പോഴേക്കും അച്ഛനും അമ്മയ്ക്കും വയസ്സായി, അവരെ നോക്കണം, അത് ചുമതല വേറെ, അത് വയ്യ ഇത് വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചിന്തകളെല്ലാം ഇങ്ങനെ അടുക്കി 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 ഇരിക്കുക. ഈ ചിന്തകളുടെ ഇടയിലേക്കാണ് ഈശ്വരചിന്ത വരണമെന്ന് പറയണത്. എങ്ങനെയാ വരിക? ഇങ്ങനെ അടുക്കി വെച്ചാൽ അതിൻ്റെ ഇടയിൽ എങ്ങനെ കയറും ഈശ്വരചിന്ത? കയറും. അതിന് വഴിയുണ്ട്. അതിന് ശുകബ്രഹ്മർഷി എന്താ പറഞ്ഞെന്നറിയാമോ? രണ്ട് ചിന്തകളുടെ ഇടയിൽ, ഇത് ശുകബ്രഹ്മർഷി പറഞ്ഞില്ല കേട്ടോ, ക്ഷമിക്കണം, ഇത് ഞാനാ പറയണത്. ശുകബ്രഹ്മർഷി ഇതൊന്നും ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല, അതിൻ്റെ ശ്ലോകവും ഇല്ല കേട്ടോ. ഈ ചിന്തകളുണ്ടല്ലോ, ഈ ചിന്തകളിൽ ഒരു ചിന്തയും രണ്ടാമത്തെ ചിന്തയും ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. കാക്കത്തൂവലെടുത്ത് നോക്കൂ, തൂവൽ എത്ര ചെറുതാണെങ്കിലും വിടർത്തിയാൽ അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പില്ലേ? അതുപോലെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെയും ചിന്തകളുടെ ഇടയിൽ ഇങ്ങനെ നിറയെ ഗ്യാപ്പുണ്ട്. ആ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ആ ഒരു ഗ്യാപ്പിലേക്ക് പതുക്കെ ഈശ്വരചിന്ത കയറ്റി വിടുക. രാവിലെ എഴുന്നേറ്റാൽ ഭഗവാനെ ഇന്നത്തെ ദിവസം നല്ലോണം പോലെ പോകണേ, ചെറിയ ചിന്ത നമ്മൾ കയറ്റി വിട്ടു. വൈകുന്നേരം വരെ പിന്നെ ചിന്തയ്ക്കൊന്നും അവിടെ ഇടയില്ല, ഈശ്വര ചിന്തയ്ക്ക് ഇടയേയില്ല. വൈകുന്നേരം സന്ധ്യയാവുമ്പോൾ ഈശ്വര ഒരു വിളക്ക് കൊളുത്തി വെച്ചു, ഒരു ചിന്ത, ബാക്കിയൊക്കെ ഇങ്ങനെ അടുക്കിയിരിക്കുക ചിന്തകൾ. ഇതാണ് നമ്മുടെ മനസ്സ് കേട്ടോ. അപ്പോൾ ഒരു ചിന്തയും രണ്ട് ചിന്തകളുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയ ഗ്യാപ്പിലേക്ക് ഈശ്വര ചിന്ത കയറ്റി വിട്ടിട്ട് ഇത്രയായില്ലേ, ഇനി ഇതിൻ്റെ ഇടയിൽ വേറെ ഒരു വിഷയചിന്ത വരാൻ പാടില്ല എന്ന് നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഉറപ്പിക്കണം. എന്നിട്ട് എന്ത് വേണം? പിന്നെ ഇങ്ങനെ 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 ഇതിൽ മുഴുവനും ഈശ്വരചിന്ത കൊണ്ട് നിറയ്ക്കണം. അപ്പം ഈശ്വരചിന്ത കൊണ്ട് ഇങ്ങനെ നിറയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നിറയ്ക്കുക? ഈശ്വരചിന്ത വന്നിട്ട് വേണ്ടി, അത് വന്നാൽ തന്നെ ഓടി പോവുകയും ചെയ്യും. ഇതിനെങ്ങനെയാണ് നിറയ്ക്കുക? അതിനുള്ള സൂത്രമാണ്, ഇതാണ് ഈ പിടിച്ച് കൊണ്ടുവരണം ചിന്ത, ഈശ്വരചിന്തയെ കൊണ്ടുവരണം എന്ന് പറഞ്ഞത്. ഈ ഈശ്വരചിന്തയെ കൊണ്ടുവരവും അത് ഒഴിപ്പോക്കും, പിന്നെ കൊണ്ടുവരവും പിന്നെ ഒഴുകിപ്പോക്കും എന്നുള്ളതാണ് പ്രത്യാഹാരം എന്ന് പറയണത്. കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത്. എളുപ്പവഴിയുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ബുദ്ധിമുട്ട് തന്നെ ഇടയ്ക്ക് ഈശ്വരചിന്തയെ കൊണ്ട് നിറയ്ക്കുക. ഒരു എളുപ്പവഴി കുന്തിദേവി കണ്ടുപിടിച്ചത്, ഭഗവാനെ എനിക്ക് നിറയെ കഷ്ടപ്പാട് തരണേ, കഷ്ടപ്പാട് തന്നാൽ ദൈവമേ എന്നെ രക്ഷിക്കണേ, ദൈവമേ എന്നെ രക്ഷിക്കണേ എന്നു. ഒരു സൂക്കേട് തന്നാൽ മതി, ഏത്, ഒരു ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും ഒരു മാറാവ്യാധി തരിക, അപ്പം നല്ല ഈശ്വരചിന്ത വരും. ഈശ്വരചിന്ത അല്ലെങ്കിൽ നമ്മൾ ആറ്റുനോറ്റ് വളർത്ത ഒരേ ഒരു കുട്ടി ഉണ്ടായിരുന്നത് ആക്സിഡൻറ്റിൽ മരിച്ചു പോണം, സൗകര്യമായി, പിന്നെ ഈശ്വരചിന്ത നല്ലോണം ഉണ്ടാവും, യാതൊരു സംശയമില്ല. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നന്നായി ഭഗവാനെ എനിക്ക് ഈശ്വരചിന്ത വരാറായില്ലോ എന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതുപോലെയുള്ള 1-2 സംഗതികൾ കൊണ്ടാണ് എനിക്ക് ഈശ്വരചിന്ത വന്നത്. അല്ലെങ്കിൽ ഞാനൊന്നും ഇതുപോലെ ഈശ്വര ഭഗവാനെന്നൊന്നും പറയുന്ന ആളൊന്നുമല്ല. അപ്പോൾ ഈശ്വരചിന്ത എങ്ങനെ കടന്നുകൂടിയാലും നല്ലത് തന്നെയാണ്. ഈശ്വരചിന്ത കടന്നുകൂടി കഴിഞ്ഞാൽ അതിനെ അവിടെ തന്നെ ഉറപ്പിച്ച് നിർത്തണം. അപ്പം ഈശ്വരചിന്ത വരുമ്പോൾ ഈ മനസ്സ് ഇത്രയും ഉണ്ടായിരുന്ന മനസ്സ് ഇത്രയും വികസിച്ചു കണ്ടോ? ഇതാണ് മനസ്സ് വികസിക്കുക എന്ന് പറയുന്നത്. വികസിച്ച മനസ്സാണെങ്കിൽ, വികാസമുള്ള മനസ്സാണെങ്കിൽ അവരെല്ലാം പരോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യും. അവരുടെ വായിൽ നിന്നും വീഴുന്ന വാക്കുകളെല്ലാം വളരെ 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 നല്ല വാക്കുകളായിരിക്കും. അവരുടെ പ്രവൃത്തികളെല്ലാം നന്നായിരിക്കും. അവർ പോണിടമെല്ലാം ശുദ്ധമാകും, പരിശുദ്ധമാകും എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. ഈ ചിന്തകളുടെ സമാഹാരമായ ഈ മനസ്സിൽ വിഷയചിന്തകളെ കളഞ്ഞ് ഈശ്വരചിന്ത കൊണ്ട് നിറച്ച് കഴിഞ്ഞാൽ നമ്മൾ മുക്കാലും രക്ഷപ്പെട്ടു. ഇനി എന്താ വേണ്ടതെന്നറിയാമോ? ഇതിൽ ധാരണ. അപ്പോൾ ആസനജയം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ഇതിനെ ഉറപ്പിക്കണം. ഏതിനെ? ഈ മറ്റുള്ള ചിന്തകളെ കളഞ്ഞിട്ട് ഈശ്വരചിന്തയെ വെച്ച് നിറച്ചിട്ടുള്ള ആ മനസ്സിനെ അത് ഉറപ്പിച്ച് നിർത്തണം. മനസ്സിനെ ഇളകാൻ അയക്കരുത്. അയ്യോ, ഇതിന് വളരെ ബുദ്ധിമുട്ടാട്ടോ. നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടാണോ ഈശ്വരചിന്ത കടത്തിയത്, അതിനേക്കാളും 100 ഇരട്ടി ബുദ്ധിമുട്ടാണ് അതിനെ അവിടെ സീല് വെച്ച് ഉറപ്പിക്കുക എന്നുള്ളത്. പക്ഷേ ഇതിന് എളുപ്പ വഴിയുണ്ട്.
ഒന്നാമത്തേത് സത്സംഗം. സത്സംഗത്തിൽ പോയാൽ നമുക്ക് മനസ്സിനെ ഉറപ്പിച്ച് നിർത്താൻ സാധിക്കും. അതുമാത്രമല്ല, ഒരു വിരാട് സ്വരൂപം എന്ന് പറഞ്ഞ ഒരെണ്ണത്തിനെ പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ തന്നെ വിരാട് സ്വരൂപം എന്ന് പറയുന്നുണ്ട്. ആ വിരാട് സ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ജഗത്ത്, നമ്മൾ ഈ കാണുന്നുണ്ടല്ലോ, ജഗത്ത് ജഗത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു പേര്, ഈ കാണുന്നതൊക്കെ തന്നെ അത് തന്നെ ഭഗവാന്റെ സ്ഥൂലമായ രൂപം. ഈ കാണുന്നത് തന്നെ ഭഗവാന്റെ സ്ഥൂലമായ രൂപം എന്നങ്ങോട്ട് ഉറപ്പിക്കുക മനസ്സിൽ. ശരിക്കും ഒരാണി വെച്ചിട്ട് ചുറ്റിയെ കൊണ്ട് അടിച്ച് 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 കയറ്റണത് പോലെ ഉറപ്പിക്കുക. എന്ത്? ഈ കാണപ്പെടുന്ന ലോകം, അതിലെന്തൊക്കെയുണ്ട്? ഈ ലോകത്തിൽ ഇല്ലാത്തതൊന്നുമില്ല, എല്ലാം ഉണ്ട്. നല്ലതുണ്ട്, ചീത്തയുണ്ട്, ദുഷ്ടന്മാരുണ്ട്, ശിഷ്ടന്മാരുണ്ട്, ബ്രഹ്മചാരികളുണ്ട്, ഗൃഹസ്ഥന്മാരുണ്ട്, വാനപ്രസ്ഥരുണ്ട്, സന്യാസിമാരുണ്ട്, ഭ്രാന്തന്മാരുണ്ട്, പിന്നെ പല തരത്തിലുള്ള ആളുകളുണ്ട്, പക്ഷിമൃഗാദികൾ. ഇത് തന്നെ എന്ത്? വിരാട് സ്വരൂപം എന്ന് പറയുന്നത്, ഭഗവാന്റെ വിരാട് സ്വരൂപം. ഇതിനെ ഞങ്ങളൊരു പദ്യം പഠിച്ചിട്ടുണ്ട് കേട്ടോ കുട്ടിക്കാലത്ത്. ജഗദീശരാത്രിയും ശശാങ്കതാരകങ്ങളും പകലും അർക്കബിംബവും നിറഞ്ഞ മേഘജാലവും മൃഗകദംബ പക്ഷിവൃക്ഷ പുഷ്പശലഭവൃന്ദവും മികവിൽ നിന്റെ വൈഭവങ്ങൾ വാഴ്ത്തിടുന്നു ദൈവമേ. ഗഗനമെന്തൊരത്ഭുതം, സമുദ്രമെന്തൊരത്ഭുതം, നിഖില ജീവജാല ജീവൻ എന്നതെന്തൊരത്ഭുതം. സകലതും രചിച്ചതോർക്കിൽ അഖിലനാഥനായ നീ, സകല ശക്ത നിൻ പദം നമിച്ചിടുന്നു ഞാൻ വിഭോ. സകല ശക്ത നിൻ പദം നമിച്ചിടുന്നു ഞാൻ വിഭോ. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ആകാശം, ഭൂമി, സമുദ്രം, ഹിമാലയം പോലെ വലിയ പർവ്വതങ്ങൾ. എന്തിന് ഈ കന്യാകുമാരി മുനമ്പിൽ പോയി നിൽക്കൂ? നമ്മളുടെ മനസ്സ് എങ്ങോട്ട് പോകണമെന്ന് ഈശ്വര ചിന്തയിൽ മുഴുകും. ഇതുപോലെയുള്ളതായ വേറെ ഒന്ന്, ഇത്രയൊന്നും നീളമില്ലാത്തതൊരെണ്ണം. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്ക രശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ഈ 4 വരി ഇതിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. ആദ്യം പറഞ്ഞത് കുറച്ച് നീളമുള്ളതാണ്, ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. ഇനി കുട്ടിക്കാലത്ത് തന്നെ ഞങ്ങൾ പഠിച്ച വേറെ ഒന്നുണ്ട്, ആകാശത്തിലേക്ക് നോക്കിയിട്ട് ചൊല്ലേണ്ടതാണ് കേട്ടോ. അത് ഞങ്ങളുടെ ഒക്കെ വീട്ടിൽ ഇത്തിരി ഇംഗ്ലീഷൊക്കെ ഉള്ള വീടാണ്, ഇംഗ്ലീഷിലൊക്കെ ഉള്ള പഠിത്തമൊക്കെ ഉള്ളവരാ അച്ഛനും അമ്മയൊക്കെ. അതുകൊണ്ട് അവർ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ അപ്പ് എബവ് ദി വേൾഡ് സോ ഹൈ ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ. छोटे छोटे प्यारे प्यारे कैसे सुंदर लगते तारे नील गगन है इनका घर यहाँ खेलते ये बिखर बिखर इनको कोई पकड़ न पाते सबका ये जी ललचाते. ഈശ്വരനെ കുറിച്ച് ആരാ ഇത്? ഈ നക്ഷത്രങ്ങളെയൊക്കെ തെളിയിക്കുന്നത് ആരാ? ഭഗവാനേ. ഒരു ചെറിയ ഒരു കഥ പറയട്ടെ. 4 വയസ്സായ ഒരു ആൺകുട്ടി, ആ ആൺകുട്ടിയുടെ അമ്മ 2ാമത് ഗർഭിണിയായിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും വയറിങ്ങനെ വീർത്ത് 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 വരണം. അയ്യോ, ഇത് കണ്ടോ, എന്താ അമ്മയുടെ വയറിങ്ങനെ വീർത്ത് വരണേ, ഇതിപ്പോൾ പൊട്ടൂലോ? പൊട്ടില്ല മോനെ, മോനൊരു ഉണ്ണിവാവ ഉണ്ടാവാൻ പോവാണ്. ഉണ്ണിവാവയോ? അതെ, ഒരു ഉണ്ണി ഉണ്ടാവാൻ പോവാണ്. അതാണ് വയറ്റിലിങ്ങനെ വലുതായി വലുതായി വരിക.
എങ്ങനെയാ അമ്മ ഈ ഉണ്ണി വയറ്റിൽ വന്നത്? മിടുക്കൻ കുട്ടിയാണേ. അമ്മയ്ക്ക് പരിങ്ങലായി. ഇതെങ്ങനെയാ ഈ ഉണ്ണി അമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിലേക്ക് വന്നത്? പുറത്തേക്ക് വരണത് ശരി, മുറിച്ചെടുത്തു, ഓപ്പറേഷൻ കഴിച്ചെടുത്തു, അല്ലെങ്കിൽ പ്രസവിച്ചു വന്നു. ഈ ഉണ്ണി എങ്ങനെയാ ഉള്ളിലേക്ക് പോയത്? ആ അമ്മ എന്ത് മറുപടിയാണ് പറഞ്ഞതെന്നറിയാവോ? അതേ നോക്കൂ ഉണ്ണി, നമുക്ക് പല കാര്യങ്ങളും അറിഞ്ഞുകൂടാത്തതുണ്ട്. ഈ കോഴി, അതിലെ നടക്കുന്ന കോഴി കുറച്ച് കഴിഞ്ഞപ്പോൾ മുട്ടയിട്ടില്ലേ? ആ മുട്ട എങ്ങനെയായിട്ട്, ആ മുട്ട അതിൻ്റെ വയറ്റിൽ എങ്ങനെയാണ് പോയത്? ഉണ്ണിക്കറിയാമോ? ഇല്ല. ഒരു നെല്ലുമണി കുഴിച്ചിട്ടു, അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് ഇല, അത് കഴിഞ്ഞാൽ പിന്നെ അത് കതിര് വന്നു, അതിൽ പിന്നെ നിറയെ നെല്ലുണ്ടായി. ഇതെങ്ങനെയാണ് ഉണ്ടായത്? ഉണ്ണിക്കറിയാവോ? ഇല്ല. ഇതൊക്കെ ചെയ്യണത്. എന്നാലും അമ്മ അതെങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ പോയത്? അതാണ് ഉമ്പാട്ടിയുടെ കളി. ഉമ്പാട്ടി എന്ന് പറഞ്ഞ് ഒരു സാധനമുണ്ട്, അതിന് ചെയ്യാൻ വയ്യാത്തതൊന്നുമില്ല. അതാണ് ഈ സൂത്രം ചെയ്യണത്. ആ ഉമ്പാട്ടി എവിടെയാ ഉമ്പാട്ടി? നമുക്കറിയാവോ ഉമ്പാട്ടി എവിടെയാന്ന്? ആർക്കും അറിയില്ല. മോനെ, ഉമ്പാട്ടി ഉണ്ടല്ലോ, അത് ഒളിച്ചു കളിക്കാരനാ. അവൻ ആദ്യം നമ്മളെ ഉണ്ണിയെ അമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിൽ ഒളിച്ചു വെച്ചു. അത് കഴിഞ്ഞ് ഉണ്ണി പുറത്തേക്ക് വന്നപ്പോൾ ഉമ്പാട്ടി ഒളിച്ചു. ഉമ്പാട്ടി ഒളിച്ച് കളിക്കുക. അപ്പോൾ ഉമ്പാട്ടി എവിടെയാന്ന് മോനിങ്ങനെ എല്ലാ ദിക്കുന്നു. അതെങ്ങനെയാണ് ഉണ്ടാവുക? ഉമ്പാട്ടി കണ്ട ഉമ്പാട്ടിയാണെന്ന് അറിയണ്ടേ? ഉണ്ണി ഒരു കാര്യം ചെയ്തോളൂ, പോയി നോക്കൂ, അവിടെ എവിടെയൊക്കെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അമ്മയോടൊക്കെ കൊണ്ടുവരൂ, ഇതാണോ ഉമ്പാട്ടി എന്ന് ചോദിക്കും. ആണെങ്കിൽ അമ്മ അതേന്ന് പറഞ്ഞു തരാം. തൽക്കാലം കുട്ടിക്ക് സമാധാനമായി. അമ്മയ്ക്ക് സമാധാനം എന്താ? ഉമ്പാട്ടി എന്ന് പറഞ്ഞ ഉണ്ടെന്നും അത് സർവ്വവ്യാപിയാണെന്നും അത് ഒളിഞ്ഞിരിക്കുകയാണെന്നും. ഏതാ ഒളിഞ്ഞിരിക്കണത്? അജ്ഞാനമറിയല്ലേ? അജ്ഞാനമറിയൽ, അതായത് അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം കഴിഞ്ഞു. വിജ്ഞാനമയകോശത്തിലേക്ക് കടക്കുമ്പോഴേ അജ്ഞാനേന ആവൃതം ജ്ഞാനം, ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളതാ. അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. അപ്പോഴും ജന്തുക്കൾ തന്നെയാണ്. നമ്മളൊക്കെ ജന്തുക്കൾ എന്ന് തന്നെയാണ് കേട്ടോ വിചാരിക്കേണ്ടത്. കാരണം നമുക്ക് മനുഷ്യന്മാരുടേതായ ക്വാളിറ്റീസ് ഒന്നും കാര്യമായിട്ട് കാണാനില്ല. ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ വിഷമിച്ചുകൊണ്ട് നടക്കില്ല. ഇനി കാവ്യ കൊടുത്ത് നാരായണ നമശിവായ ജപിച്ചോണ്ട് നടക്കുന്നത് കൊണ്ടും മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ആരെയും തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് കണക്കാക്കേണ്ട. അങ്ങനെയാണെങ്കിൽ വളരെ സൗകര്യം ഉണ്ടല്ലോ, ഒരു കാവ്യം എടുത്ത് കൊടുത്താൽ മതിയല്ലോ, ഞാൻ ജ്ഞാനിയായി എന്ന് അങ്ങനെ ആവുമല്ലോ. അതും വേണ്ട. അപ്പോൾ ആരെയും നമ്മൾ ഒഴിവാക്കണ്ട. എല്ലാവരുടെയും നമ്മളെല്ലാവരും ജന്തുക്കൾ തന്നെ. അപ്പോൾ ഇങ്ങനെ ഈ ഉമ്പാട്ടിയുടെ കാര്യം അത് കൊച്ചു കുട്ടിയിൽ കാലത്ത് തന്നെ കുട്ടികളുടെ മനസ്സിലേക്ക് കയറ്റി വിട്ടാൽ മുതിർന്ന് വരുമ്പോൾ അവരതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചോളും. ആലോചിച്ച് അവർ വന്നോളും. അപ്പം എന്തൊക്കെയായി? ആസനജയം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ. ഈ ധാരണ അടുത്ത് വരാൻ പോണത് ധ്യാനമാണ് കേട്ടോ. ധാരണാത്തിപ്പം ഇങ്ങനെയുള്ളതായ കഥകളും ഇങ്ങനെയുള്ള പാട്ടുകളും. പിന്നെ ഉണ്ടല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങനെ ഏതെങ്കിലും ഭഗവാന്റെ അത് ധ്യാനത്തിലാണ് കൂടുതൽ വരുന്നത്. അടുത്ത സ്റ്റെപ്പിലേക്കാണ് വരുന്നത്. അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് പതുക്കെ കിടക്കാം. ധാരണ ഇങ്ങനെ ഉറപ്പിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം കണ്ടും കേട്ടും അവസാനം മനസ്സിൽ ഒരുവിധം ഭഗവാന്റെ ഇത് വന്നു. ധാരണ വന്നാലും പിന്നെയും ഓടും കേട്ടോ. ചിന്തകൾ വരുമ്പോൾ അവയെ ഓടിച്ചോണ്ടേ ഇരിക്കുക. വീട്ടിലിരുന്നുകൊണ്ട് അരിയും കറിയും വെച്ചോണ്ട് ഭർത്താവ്, മക്കള്, കുട്ടികൾ, കുഞ്ഞുങ്ങളെ, പണം, കാശൊന്നും പറഞ്ഞ് ഇരുന്നാൽ ഇത് വരാൻ പോണില്ല, നിശ്ചയം. അപ്പം അതിന് വേണ്ട മാർഗം കണ്ടോളണം. എന്നാൽ ഇട്ടിട്ട് പോയാലോ? ഭാര്യയെ വിട്ടു എനിക്ക് വേണ്ട, ഭാര്യയും വേണ്ട, മക്കളും വേണ്ട, അവരുടെ കാര്യം അവരുടെ പാട്ടിന് അവർ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു കഥയുണ്ട് ശിഖിധ്വജൻ്റെയും ചൂടാലയുടെയും. ശിഖിധ്വജൻ ചക്രവർത്തി, അദ്ദേഹത്തിനും കൂടെ ഒരു ദിവസം വൈരാഗ്യം കൂടെ മൂത്തു. സകലതും ഉപേക്ഷിച്ചു, ഭാര്യയും രാജ്യവും എല്ലാം ഉപേക്ഷിച്ചു. ശിഖിധ്വജൻ പോയി, ഞാൻ പോയിരുന്നു കാട്ടിൽ പോയിരുന്നു, ഞാൻ പരബ്രഹ്മത്തിനെ ധ്യാനിച്ച് ഞാൻ ഇതാക്കാൻ പോവാണെന്നും പറഞ്ഞുകൊണ്ട്. ആ ശിഖിധ്വജനേക്കാളും കുറച്ചും കൂടി വൈരാഗ്യബുദ്ധി കൂടുതലുള്ളതാ ചൂടാല. സമ്മതിക്കില്ല കേട്ടോ. കാരണം ആണുങ്ങൾക്കല്ലേ കൂടുതൽ പാടുള്ളൂ, പെണ്ണുങ്ങൾക്ക് എപ്പോഴും കുറവല്ലേ പാടുള്ളൂ. പക്ഷെ വാസ്തവത്തിൽ ചൂടാലയ്ക്കായിരുന്നു ശിഖിധ്വജനേക്കാളും കൂടുതൽ വൈരാഗ്യം ഉണ്ടായിരുന്നത്. അവർ പറഞ്ഞു, ഇതേ നോക്ക്, വേണ്ടാത്തനത്തിനൊന്നും പോകണ്ട, കൊട്ടാരത്തിൽ ഇരുന്നോളൂ, അവിടെ ഇരുന്ന് ജപിച്ചോളൂ, ധ്യാനിച്ചോളൂ, കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ നോക്കിക്കോളാൻ സഹായിച്ചു തരാം. പോയി. ചൂടാല രാജ്യം ഭരിച്ചു, ശിഖിധ്വജൻ പോയി.
രാജ്യം ഭരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടായിന്നറിയാമോ? കുറേ നാൾ കഴിഞ്ഞപ്പോൾ ചൂടാലൊക്കെ ഇപ്പം എങ്ങനെയുണ്ട് കക്ഷി, കാർന്നവരെങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. അറിയാനായിട്ട് പോയി നോക്കിയപ്പോൾ കുറച്ച് മെലിഞ്ഞിട്ടൊക്കെ ഉണ്ട്, പിന്നെ ധ്യാനിക്കണൊക്കെ ഉണ്ട്. പക്ഷെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അറിയാം മനസ്സിന് ഒരു സമാധാനവും ഇല്ലയെന്ന്. ഒരു സമാധാനവും ഇല്ലയെന്ന് മുഖത്തേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി. എന്തായി, അങ്ങ് ശിഖിധ്വജ ചക്രവർത്തിയല്ലേ? ചൂടാല വേഷം മാറിയ പോയേക്കണത് കേട്ടോ. മറ്റേ വേഷത്തിൽ പോയാൽ ഹേ ഭാര്യ പാടില്ല എന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാം ശരിയാണ്, ഞാൻ നാട് വിട്ടിറങ്ങി 10 കൊല്ലവും കഴിഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സ് അയ്യോ പാവം, ചൂടാൽ എന്ത് ചെയ്യണോ ആവോ, രാജ്യത്തിലെ എങ്ങനെയാണാവോ, ഭണ്ണാരമൊക്കെ എങ്ങനെയുണ്ടോ ആവോ, വല്ലവരും വന്ന് അന്യാധീനപ്പെട്ടു പോയോ എന്തോ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് പോണില്ലാന്ന്. ഇത് തന്നെ. ഇനി ഭർത്താവിനെയും മക്കളെയും വിട്ടിട്ട് പെണ്ണുങ്ങൾ ഇറങ്ങി വന്നാലും ഇത് തന്നെയാണ്. സോറി, പെണ്ണുങ്ങളൊന്നും ഇവിടെ പറയാൻ പാടില്ല. ഈ പവിത്ര വേദിയിൽ സ്ത്രീകളെന്നേ പറയാൻ പാടുള്ളൂ. എൻ്റെ വായിൽ വന്നു പോയതാട്ടോ പെണ്ണുങ്ങളെന്ന്. അതായത് അവരങ്ങനെ ഇറങ്ങി, ഒരു പുരുഷൻ ഭാര്യയും മക്കളെയൊക്കെ വിട്ടിട്ട് ഇറങ്ങിപ്പോയാൽ ഉള്ളതിനേക്കാൾ എത്രയോ കൂടുതൽ എനിക്ക് അറപ്പാണ് ഈ സ്ത്രീകൾ പുരുഷന്മാരെയും മക്കളെയും ഉണ്ടായ മക്കളെയൊക്കെ ഇട്ടിട്ട് ഓടിപ്പോയി ഒരു ജടയും വെച്ച് കാവി കൊടുത്ത് വന്ന് നിൽക്കണത്. അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം, നോക്കിയതിന് ശേഷം, അവരെയൊക്കെ അവരവരുടെ നിലയിലേക്ക് എത്തിച്ചതിന് ശേഷം അപ്പോൾ വലിയ സന്തോഷമാട്ടോ സന്യാസിനിമാരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇങ്ങനെയുള്ളവരെ മാത്രമേ ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് ഞാൻ പെണ്ണുങ്ങളെന്ന് പറഞ്ഞു പോയതിനെ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ വൈരാഗ്യം ഉറക്കാതെ പോയി ഇങ്ങനെ. ഇനി ഈ ധാരണ കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ വരാൻ പോണത് സമാധിയാണ്. ഈ സമാധി അനുഭവത്തിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ രണ്ട് തരം സമാധിയെപ്പറ്റി പറയുന്നുണ്ട് ശുകബ്രഹ്മർഷി. സഗുണവും നിർഗുണവും. സമാധിയല്ല, ധ്യാനം. സമാധിയിലേക്ക് വന്നിട്ടില്ല, ധ്യാനത്തിലേക്ക്. സഗുണ ധ്യാനവും നിർഗുണ ധ്യാനവും. സഗുണത്തിനെ ധ്യാനിക്കുക, അതായത് നമുക്കറിയാലോ, ശംഖ്, ചക്രം, ഗദ, പത്മമൊക്കെ വെച്ചുകൊണ്ട് മഞ്ഞപ്പട്ടുടുത്തിട്ട് നീല നിറത്തിൽ തലയിൽ മയിൽപ്പീലിയൊക്കെ കൂടിയിട്ടുള്ള ഭഗവാൻ, അല്ലെങ്കിൽ ആലലയിൽ കിടക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ. ഇനി ഇതിൻ്റെ ഇടയിൽ വേറെ ഒരു കാര്യമുണ്ട്. ഈ ഹരിയെപ്പറ്റി തന്നെ നമ്മൾ പറയണതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കടക്കാൻ വെച്ചിട്ടാ. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഭഗവാനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുകയും നമ്മൾ മനസ്സിൽ ധ്യാനിക്കുകയും ചെയ്യും. എങ്ങനെയാണ് ധ്യാനിക്കണേ? ഒരെണ്ണം ഞാൻ കാണിച്ചു തരട്ടെ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഗോവിന്ദ രാധേ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ. കൂടെ ചൊല്ലാന്നുണ്ടോ? ഗോവിന്ദ രാധേ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ. ഗോപാല രാധേ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ. ഗോപാല രാധേ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ. സുന്ദര ബാലകൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ. സുന്ദര ബാലകൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ. ശ്രീനിവാസ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ. ശ്രീനിവാസ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ. സമയം ഇനി കുറച്ചുള്ളേ, അപ്പോൾ ഇനി അധികം പാടാൻ പറ്റും. ഇങ്ങനെ നമുക്ക് പാടിക്കൊണ്ടേ നടക്കാം. അല്ലാന്നുണ്ടെങ്കിലോ ഇത്രയൊന്നും ഇങ്ങനെ ഭഗവാനെ എന്നൊക്കെ വിചാരിച്ച ഭക്തിയോടുകൂടി പറയാൻ സാധിച്ചില്ലെങ്കിലും തെറ്റൊന്നുമില്ല. ഏത്? സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. കൃഷ്ണ രാമ ഗോവിന്ദ ഹരി രാമ കൃഷ്ണ ഗോവിന്ദ.
കൃഷ്ണ രാമ ഗോവിന്ദ ഹരി രാമ കൃഷ്ണ ഗോവിന്ദ കൃഷ്ണ രാമ ഗോവിന്ദ ഹരി രാമ കൃഷ്ണ ഗോവിന്ദ. ഇങ്ങനെ പറഞ്ഞാൽ എന്താ തെറ്റ്? അതുമില്ല. ഇവിടെ സന്ധ്യയ്ക്ക് കാണാറുണ്ടല്ലോ ദിവസവും ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നാടി പാടി തുള്ളി ആനന്ദത്തോടു കൂടിയാണത്. അപ്പം ഇത് ഈ ധ്യാനത്തിൻ്റെ സഗുണധ്യാനം, സഗുണ രൂപത്തിനെ, അതായത് നാമരൂപങ്ങളോടുകൂടിയ ഭഗവാനെ ധ്യാനിക്കുക. ആ ധ്യാനത്തിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെയുള്ളതെല്ലാം ചെയ്താൽ വളരെ നല്ലതാണ്. അത് നമ്മളെ വളരെ വേഗത്തിൽ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുവരും. എന്നിട്ടോ ഇതെല്ലാം കഴിഞ്ഞാൽ മനസ്സ് ഒതുങ്ങി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അനങ്ങില്ല. പിന്നെ ഈ തുള്ളലും ചാട്ടലും ഒക്കെ നിന്നിട്ട് ഒരു ഇരിപ്പ് അങ്ങോട്ട് ഇരുന്ന്, കണ്ണടച്ചൊരു ഇരിപ്പ് അങ്ങോട്ട് ഇരുന്നാൽ മനസ്സിൽ ഒറ്റ ചിന്തയുണ്ട്. ഏത്? ഭഗവാന്റെ. ആ ഒറ്റ ചിന്തയും പോയി പോകും. അയ്യോ സാരമില്ല, അത് പോണം. മനോനാശം സംഭവിക്കണം. അപ്പം മനസ്സിൽ ചിന്തകളുണ്ടായിരുന്നത് ആ കുറേ ചിന്തകൾ പോയി നമ്മൾ ഈശ്വര ചിന്ത കൊണ്ട് നിറച്ചു കഴിഞ്ഞിട്ട് അതിൽ തന്നെ അധികം നേരം നിൽക്കില്ല. അതെങ്ങനെയാണെന്ന് വെച്ചുകൊണ്ടോ, ഈ മുല്ലപ്പൂ നമ്മൾ വാങ്ങിക്കാൻ കിട്ടില്ലേ, മുല്ലപ്പൂ മാല. നമ്മൾ മാല കെട്ടിയാൽ വളരെ വേഗം ചോർന്നു പോവില്ല. ഈ കടക്കാർ കെട്ടണുണ്ടല്ലോ, വിട്ട് കെട്ടണത്. ആ മുല്ലമാല മേടിച്ച് സ്ത്രീകൾ തലയിൽ ചൂടും, അല്ലെങ്കിൽ ഭഗവാന്റെ കഴുത്തിലേക്ക് ഇടിക്കും. അതിങ്ങനെ ഒന്ന് ഒലഞ്ഞു എന്ന് വിചാരിക്കൂ, ആദ്യം ഒന്നും പോവില്ല. ഒരു പൂ അങ്ങോട്ട് വീണാൽ പിന്നെ അതിൻ്റെ കൂടെയുള്ളത് അടുത്തത് വീണു, പിന്നത്തത് വീണു, അങ്ങനെ വീണ് പോയിട്ട് അവസാനം ആ ചരട് മാത്രം, അവസാനം ഒറ്റപ്പൂവാകും. ആ ഒറ്റപ്പൂ നിൽക്കുകയില്ല, വളരെ വേഗം അത് വീണു പോകും. ഇതുപോലെയാണ് മനസ്സിലെ ചിന്തകൾ. ഓരോ ചിന്തയായിട്ട് പോയി അവസാനം ഈശ്വര ചിന്ത ഒറ്റ ചിന്തയായിട്ട് നിൽക്കും. ആ ഈശ്വര ചിന്തയും പോകും. ഈശ്വര ചിന്തയും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ? പിന്നെ ചിന്തയില്ലെങ്കിലും മനസ്സില്ല. ഇതാണ് മനോനാശം എന്ന് പറയുന്നത്. ഈ മനോനാശം സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്താണെന്നറിയാമോ? ഈ അജ്ഞാനമറയുണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ അജ്ഞാനമറയങ്ങോട്ട് പോകും. പിന്നെ ജ്ഞാനം തെളിഞ്ഞ് പ്രകാശിക്കും. ഈ ജ്ഞാനവും അജ്ഞാനവും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ല തോന്നുന്നു. ജ്ഞാനമുണ്ട്, അജ്ഞാനമുണ്ട്. അജ്ഞാനേന ആവൃതം ജ്ഞാനം. അജ്ഞാനം കൊണ്ട് ജ്ഞാനം മൂടിയിരിക്കുകയാണ്. ആ അജ്ഞാനം അങ്ങോട്ട് നീങ്ങിപ്പോവും. ഈ മുല്ലപ്പൂവിൻ്റെ ഓരോ പൂക്കളും കൊഴിഞ്ഞു പോണതിൻ്റെ കൂട്ടത്തിൽ അജ്ഞാനം അങ്ങോട്ട് കൊഴിഞ്ഞു പോകും. അപ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് സമാധി എന്ന് പറയുന്നത്. സമാധി അനുഭവം. ആ സമാധി അനുഭവം എങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ ഉണർന്നിരിക്കുന്ന അനുഭവം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. ഉണർന്നിരിക്കുന്നത് അറിയാം. ഉറങ്ങണ അനുഭവം ചിലർക്കൊക്കെ ഉണ്ടാവും. ഇങ്ങോട്ട് ഇത്ര നേരം കേട്ട് കഴിഞ്ഞില്ല, ഏതാണ്ട് 50 മിനിറ്റായി അത് കേട്ടപ്പോൾ. ഉറങ്ങണ അനുഭവം ഇപ്പോൾ കുറേ പേർക്ക് ഉണ്ടായിട്ടുണ്ടാവും, ഉറക്കം വന്നിട്ടേ. ചിലർക്ക് അപൂർവം ചിലർക്ക് സ്വപ്നാനുഭവം ഉണ്ടായിന്ന് വരും, ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ. അത് മൂന്നും നമുക്കറിയാം. സമാധി അനുഭവം എന്ന് പറയുന്നത് ഉറക്കമല്ല, സ്വപ്നവുമല്ല, ജാഗ്രതമല്ല. അതേ സമയത്ത് പുറമേ നടക്കണതൊന്നും അറിയൂല. അവിടെ ഞാൻ ആ കഥ ഓർമ്മിപ്പിക്കാം. ശമീക മഹർഷി സമാധിസ്ഥനായിട്ടായിരുന്നിരുന്നത്. നമ്മുടെ പരീക്ഷിത് മഹാരാജാവ് വന്നതും ഏതാണ്ട് ചത്തപാമ്പിന് തോണ്ടിയിട്ടതും ഒന്നും അറിഞ്ഞേയില്ല. വേറെ ഒരെണ്ണം പറയാം. എനിക്ക് ഈ പരീക്ഷിത് മഹാരാജാവിൻ്റെ കഥ പറയരുത് എന്ന് വിചാരിച്ചാൽ വന്നത്. കേട്ട് മടുത്തിട്ടേ. നമ്മളുടെ ശകുന്തളയുണ്ടല്ലോ, ശാകുന്തളത്തിലെ ദുഷ്യന്ത മഹാരാജാവ് വന്ന് ഗാന്ധർവ വിധി പ്രകാരം വിവാഹം കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് കക്ഷി ഒരു പോക്കാ പോയി. എന്താണാവോ വരാത്തത്? കിം മാം വിസ്മൃതവാനസൗ സ്വഗൃഹിണീം കേനാത്ര വിസ്മര്യതേ നിഷ്കാരുണ്യതയാധവാനതു കൃപാവാരാനിധി ശ്രൂയതേ. എന്താ അദ്ദേഹം വരാത്തത്? എന്നെ മറന്നുപോയത് എന്തുകൊണ്ടാ? കാരുണ്യമില്ലാഞ്ഞിട്ടാണോ? അയ്യോ അങ്ങനെയല്ല, കരുണാവാരിധിയാണോ അദ്ദേഹം എന്നാണല്ലോ ഞാൻ കേട്ടിരിക്കണത് എന്നൊക്കെ ദുഷ്യന്തനെ തന്നെ മനസ്സിൽ വിചാരിച്ചിരുന്നിരുന്ന് സമാധിസ്ഥയായി. പക്ഷേ അതിൻ്റെ കാര്യം പറഞ്ഞു തരാം. ആരാ ദുർവാസാവും മഹർഷിയോ ഏതോ ഒരു മഹർഷി വന്നു. മഹർഷിയെ വേണ്ടതുപോലെ ഉപചരിച്ചില്ല എന്ന് പറഞ്ഞു. നീ ആരെ പറ്റിയാണോ ഓർമ്മിച്ചിരിക്കുന്നത്, അവൻ നിന്നെ മറന്നു പോകട്ടെ എന്നൊരു ശാപവും കൊടുത്തിട്ട് പോയി. ശകുന്തള അതുകൊണ്ട് വളരെയധികം ദുഃഖിച്ചു, വളരെയധികം വിഷമിച്ചു. അപ്പോൾ സമാധി അനുഭവം ഉണ്ടായി. ചിന്താവിഷ്ടിയായിട്ടിരുന്ന് ചിന്തകൾ, അവസാനത്തെ ചിന്തയും പോയി സമാധി അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ മോക്ഷപ്രാപ്തി കിട്ടുന്നല്ലേ നമ്മൾ വിചാരിക്കണത്. ശകുന്തളയ്ക്ക് മോക്ഷപ്രാപ്തി അല്ല ഉണ്ടായത്.
അതിൻ്റെ കാരണം എന്താ? ഭഗവാനെ അല്ല ധ്യാനിച്ചിരുന്നത്, അവൾ ധ്യാനിച്ചിരുന്നത് ദുഷ്യന്ത മഹാരാജാവിനെയായിരുന്നു. ഇതുപോലെ നമ്മൾ ഓരോരോ ആൾക്കാരെ ധ്യാനിച്ചിരുന്നത് കൊണ്ട് നമുക്ക് സമാധി അനുഭവമൊക്കെ ഉണ്ടാവും, പരിസരബോധം ഉണ്ടാവില്ല. എന്തിനാ ആ ടി വി ഓൺ ചെയ്തിട്ട് അതിൻ്റെ ഉമ്മർത്ത് പോയിരുന്നാൽ മതിയല്ലോ. ഏതാ ഓരോരോ കഥകളൊക്കെ അല്ലേ, ഓരോരോ നാടകമോ അതൊക്കെ ഉണ്ട്, എന്താ അതിന് പേര് പറയുക, എന്തോ പേര്, സീരിയല്, അതൊക്കെ വരുമ്പോൾ അങ്ങോട്ട് നോക്കി അങ്ങോട്ട് ഇരുന്നാൽ വിളിച്ചാലും വിളി കേൾക്കില്ല, വിശപ്പും അറിയില്ല, ദാഹവും അറിയില്ല, ഉറക്കവും വരില്ല, ഒന്നുമില്ല. അത് തന്നെയല്ലേ ഈ സമാധി സ്റ്റേജ്. വ്യത്യാസമുണ്ട്. അത് ഈശ്വരചിന്തയിലേക്ക് മാറ്റിയാൽ മതി. നമ്മളുടെ ഈ ചിന്ത, ഈ വിഷയചിന്ത ഈശ്വരങ്ങളിലേക്ക് മാറ്റിയാൽ മതി, സമാധിയായി. സമാധി അനുഭവമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മോക്ഷപ്രാപ്തിയായോ? സമാധി അനുഭവം റിപ്പീറ്റഡ്, പല പ്രാവശ്യം സമാധി അനുഭവം ഉണ്ടായാൽ ഓരോ പ്രാവശ്യവും സമാധിയിൽ നിന്നും എഴുന്നേറ്റ് വരുമ്പോൾ, വ്യുത്ഥാന ദശയിലേക്ക് വരുമ്പോൾ എന്താ ഉണ്ടാവുക എന്നറിയാവോ? നമ്മുടെ പഴയ സംസ്കാരങ്ങളൊക്കെ മണ്ണെണ്ണ പോട്ടെ, പെട്രോളിന് തീ കൊളുത്തിയതുപോലെ കൂടെ ഒറ്റയടിക്ക് ദഹിച്ചു പോകും. അപ്പോൾ സംസ്കാരങ്ങളെല്ലാം പോയി, നമ്മുടെ വാസനകളെല്ലാം ശമിച്ച് നമ്മൾ, ഈ ശരീരമുണ്ട്, ശരീരം പോയിട്ടില്ല, ജീവൻ മുക്തി, ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ, ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മോക്ഷപ്രാപ്തി ഉണ്ടാകുന്നു. ഈ മോക്ഷപ്രാപ്തി ഉണ്ടാകുന്ന അതിൻ്റെ ഇടയ്ക്ക് രണ്ടാം സ്കന്ധത്തിലെ 2-ാം അധ്യായത്തിൽ ശുകബ്രഹ്മർഷി പറയുന്നുണ്ട് രണ്ട് മുക്തിയുടെ കാര്യം. എനിക്ക് മതി, എനിക്ക് മോക്ഷം കിട്ടിക്കഴിഞ്ഞു, ഇനി എനിക്ക് ഈ ശരീരം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അതിനെ നമുക്ക് ഉപേക്ഷിക്കാം നമ്മുടെ സമ്മതത്തോടു കൂടി. ഏത്? ഒരു തരത്തിൽ നമ്മളുടെ ഭാഷയിൽ പറഞ്ഞ ആത്മഹത്യ. പക്ഷേ ഇത് ആത്മഹത്യയല്ല. ശരീരത്തിന് നമുക്ക് വേണമെങ്കിൽ ഉപേക്ഷിക്കാം. സദ്യോമുക്തി, ക്രമമുക്തി എന്ന് പറഞ്ഞ് 2 മുക്തിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പ്രാണായാമം പറഞ്ഞതുപോലെ ഈ സദ്യോമുക്തിയും ക്രമമുക്തിയും ഞാൻ എന്തോ ഒന്ന് പരിശ്രമിച്ചൊക്കെ നോക്കി, എങ്ങനെയൊക്കെ, പക്ഷെ അതൊന്നും ഫലിച്ചില്ല കേട്ടോ, കുറേ കാലം മുമ്പാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് ഞാൻ ചെയ്യാൻ പോണില്ല. മറ്റേ ആത്മഹത്യകളൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അക്രമമാണ്, പാടില്ല. ഇതാകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പരിശോധിച്ച് നോക്കിയിട്ടൊട്ടും നടന്നുമില്ല. അപ്പം എന്തു ചെയ്തു? ഇനി ഈ ശരീരം പോകുമ്പോൾ പോവട്ടെ, അത് വീഴുമ്പോൾ വീഴട്ടെ, അതുവരെയൊക്കെ എന്തു ചെയ്യും? വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. നഗസ്തിക്ഷണമവി ജാതുതിഷ്ഠത്തി അകർമ്മകൃത് എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും ചെയ്യാതെ ഒരു ക്ഷണനേരം പോലും ഞാനിരിക്കില്ല, എന്നിട്ട് വേണ്ടേ ഞാൻ സൃഷ്ടിച്ച മറ്റുള്ളവരിയ്ക്കാൻ, നമുക്കിരിക്കാൻ പറ്റില്ല. അപ്പം എന്തു വേണം? മുക്തശ്ച അന്യാൻ വിമോചയേത്. മുക്തി ലഭിച്ച ആളുകൾ, ലഭിച്ചു എന്ന് ബോധ്യമുണ്ടായാൽ മറ്റുള്ളവർക്ക് മുക്തി ഉണ്ടാകാനുള്ള മാർഗത്തിനെ കാണിച്ചു കൊടുക്കുക. അതിനുള്ള മാർഗത്തിനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നമ്മുടെ ശരീരം വീഴും. അപ്പോൾ പരീക്ഷിത് മഹാരാജാവ് ചോദിച്ച ചോദ്യത്തിന് ചെയ്യേണ്ടതെന്ത്, പ്രവർത്തിക്കേണ്ടതെന്ത്, ശ്രോതവ്യം കേൾക്കേണ്ടതെന്ത്, കാണേണ്ടതെന്ത്, ഭഗവാനെക്കുറിച്ചുള്ള ചിന്ത നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാകത്തിന് വേണ്ടിയിട്ട്, എന്നിട്ട് മനോനാശം വരുത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യണമോ അതിനെല്ലാം ഇവിടെ വിസ്തരിച്ചു. ഇനി 3-ാം അധ്യായത്തിൽ 25 ശ്ലോകമുണ്ട്. അതിൽ ആദ്യത്തെ ശ്ലോകങ്ങളൊന്നും ഞാൻ തൊടാൻ പോണില്ല കേട്ടോ, 15 മിനിറ്റേ ഉള്ള ഇനി. അപ്പോൾ അതിൽ പറയണത് ഈ കയ്യ് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ തന്നിരിക്കുന്നത്. ഈ കാല് ഇങ്ങനെ നടന്ന് ഈശ്വരനെ വല്ല അമ്പലങ്ങളിലോ വല്ല തീർത്ഥസ്ഥലങ്ങളിലേക്കോ പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതാണ്. ഈ കണ്ണ് ഭഗവാന്റെ രൂപം കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ചെവിയോ ഈശ്വരനാമം കേൾക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ മനസ്സോ ഈശ്വരനെ കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഈ തലയോ അഹങ്കാരലേശമില്ലാതെ ഏതൊരു ഒരു സാധുവിനെ കണ്ടാലും നമസ്കരിക്കാനുള്ളതാണ്. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് നമ്മുടെ ശരീരം തന്നിരിക്കുന്നത്. അല്ലാതെ ഇത് ഭക്ഷണം കഴിക്കാനും ഇവിടെ എങ്ങാനും ഒരു ഞൊണൽ വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും ക്രീം പുരട്ടി അത് മാറ്റി, അപ്പോഴേക്കും കുറച്ച് പ്രായമൊക്കെ ആയി തുടങ്ങി, ഇപ്പോൾ തലമുടി നരച്ചു തുടങ്ങി, അപ്പോൾ വേഗം ഡ്രൈ പുരട്ടി, അത് കഴിഞ്ഞു. പല്ലൊക്കെ പോയി തുടങ്ങിയപ്പോണ്ടോ പുതിയ സെറ്റ് വെച്ചു. കാലമാടം വരുമ്പോൾ എന്തു ചെയ്യും? ഇതൊക്കെ പോയി വയസ്സാവുമ്പോഴല്ലേ കൊണ്ടുപോവുള്ളൂ.
ഒരാളുണ്ടായിരുന്നു അത്ര കാലമാടനോട്. അപ്പം അയാൾ ആലോചിച്ചു, എനിക്ക് മരിക്കാൻ ഇഷ്ടമില്ല. അപ്പം അതിൻ്റെ എന്താ വഴി? യമധർമ്മരാജാവിനെ പൂജിക്കുക, യമധർമ്മരാജാവിനെ ഭജിക്കുക. അപ്പോൾ യമധർമ്മരാജാവിൻ്റെ ആളായി കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോയില്ലല്ലോ വിചാരിച്ചു. അപ്പം യമധർമ്മരാജാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു, എന്താ കുട്ടാ നിനക്ക് വേണ്ടത്? അത് എനിക്ക് മരിക്കാണ്ടിരിക്കണം. അത് പറ്റില്ല കേട്ടോ, ജനിച്ചു പോയാൽ മരിക്കണം. ഇനി ജനിക്കാതിരിക്കാനുള്ള വഴി വേണമെങ്കിൽ നോക്കിക്കോളൂ, ഈ പ്രാവശ്യം മരിക്കും, ഇനി ജനിക്കാണ്ടിരുന്നാൽ മരിക്കില്ല. അല്ലല്ല, ഇപ്പം തന്നെ എനിക്ക് മരണത്തിന് പേടിയാണ്. ഒരു കാര്യം ചെയ്തോളൂ യമധർമ്മരാജാവ്, ഞാൻ നാളെ മരിക്കുകയാണെങ്കിൽ ഇന്നൊന്ന് വന്ന് പറയണം കേട്ടോ, നാളെ നീ മരിക്കുന്നു. അപ്പം എനിക്കൊരു സമാധാനം ഉണ്ടല്ലോ, നാളെ വരെ ഇപ്പം ഇന്ന് വന്നില്ലെങ്കിൽ നാളെയും കൂടി അങ്ങനെ സമാധാനിച്ചിരിക്കാമല്ലോ എന്ന്. ഒരു ദിവസം വന്ന് കാലമാടം വന്ന് കഴുത്തിൽ കയറിട്ടു. ഹേ യമധർമ്മരാജാവ്, എനിക്ക് വരം തന്നിട്ടില്ലേ, തലേ ദിവസം പറയാമെന്ന് എന്തേ പറയാത്തത്? അല്ലപ്പാ, ഞാൻ വന്നു, 3 പ്രാവശ്യം വന്നു. ആദ്യം വന്നത് നിന്റെ തലമുടി നരച്ചപ്പോഴാണ്, നരച്ചു തുടങ്ങിയിട്ടോ കൊണ്ടുപോകാറായി ഇന്ന്. അപ്പം നീ വേഗം ഡൈ വരട്ടി സുന്ദരനായി. അത് കഴിഞ്ഞപ്പോഴോ നിൻ്റെ പല്ല് ഓരോന്നോരോന്നായിട്ട് പോയി തുടങ്ങി. അപ്പം ഞാൻ 2ാമത്തെ പ്രാവശ്യം സൂചിപ്പിച്ചു. അപ്പം നീ സെറ്റ് പല്ല് വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഇനി വലിച്ചങ്ങോട്ട് കൊണ്ടുപോവുക തന്നെ. ഇനിയിപ്പോൾ നിനക്ക് വേറെ യാതൊരു ഇതുമില്ല, ദേ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് വലിച്ചു കൊണ്ടുപോയെന്നും പറഞ്ഞൊരു തമാശ കഥയുണ്ട് കേട്ടോ. അപ്പോൾ യമധർമ്മരാജാവ് വരണ സമയത്ത് പരീക്ഷിത്ത് മഹാരാജാവ് ചെയ്തതുപോലെ ധൈര്യത്തോടു കൂടി ശാന്തനായിട്ട്, ദേ ഞാൻ വരാൻ റെഡിയാ, തുണി ഉടുത്ത് അവിടെ നിൽക്കുക, അങ്ങോട്ട് പോയാൽ മതി. അങ്ങനെ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചു വലിക്കുകയൊന്നുമില്ല, സ്മൂത്തായിട്ട് കൊണ്ടുപോകും. ഈ പിടിച്ച് വലിക്കണത് അറ്റാച്ച്മെൻറ്റ് കൂടുതലുള്ളവരെയാണ്. അപ്പോൾ ആ അറ്റാച്ച്മെൻറ്റ് കൂടുതൽ വരാൻ കാരണം എന്താ? നമ്മുടെ കയ്യും കാലും ശരീരവും എല്ലാം നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് കൈങ്കര്യം ചെയ്യാനല്ല ഉപയോഗിക്കണത്, നമ്മുടെ സ്വന്തം കാര്യത്തിന്. അപ്പോൾ ഒന്ന് കാണട്ടെ, അവസാനം വരുമ്പോൾ പിടിച്ചു വലിക്കും അത് തന്നെ. ഇനി വേറെ ഒരു കാര്യമുള്ളത്, ഒരു മനുഷ്യൻ അയാൾ കൈ കൊണ്ട് ഒരു കൈങ്കര്യവും ചെയ്തിട്ടില്ല, അയാൾ കാലുകൊണ്ട് ഒരു നല്ല ദിക്കിലേക്കും പോയിട്ടില്ല, ഈ അമ്പലത്തിലേക്കും പോയിട്ടില്ല, അയാളുടെ മനസ്സൊരിക്കലും ഭഗവാനെ പറ്റി ചിന്തിച്ചിട്ടില്ല, അയാളുടെ വായു കൊണ്ട് ഒരു പ്രാവശ്യം പോലും രാമരാമ ശിവശിവ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യനും എല്ലാവരും മരിക്കും. ഇപ്പം നമ്മൾ രാമരാമ കൃഷ്ണ കൃഷ്ണ ജപിച്ചാലും മരിക്കും, ജപിച്ചില്ലെങ്കിലും മരിക്കും, മോക്ഷപ്രാപ്തി ഉണ്ടായാലും മരിക്കും, ഇല്ലെങ്കിലും മരിക്കും. കാരണം നമ്മളെല്ലാവരും ജനിച്ചിട്ടുണ്ട്. ജനിച്ചാൽ മരിക്കും, മരിക്കാണ്ടിരിക്കണോ? ഇനി ജനിക്കാണ്ടിരിക്കാനുള്ള വഴി നോക്കുക. അപ്പോൾ എന്തുണ്ടായി? ഈ മനുഷ്യനിങ്ങനെ മരിച്ചു. ഒരു മനുഷ്യൻ മരിച്ചു. അയാൾ ഒരു ഗുണവും ചെയ്യാത്ത മനുഷ്യനാണ്, ഒന്നും ചെയ്തിട്ടില്ല. അയാൾ മരിച്ചപ്പോൾ നദിയിലേക്ക് അങ്ങോട്ട് ഒഴുക്കി. അത് ഒഴുക്കി ആൾക്കാർ അതിനെ ഒന്ന് ദഹിപ്പിക്കാനൊന്നും ആർക്കും ഇഷ്ടമുണ്ടായില്ല. അത് ഇതിലെങ്കിലും പോട്ടെ എന്ന് പറഞ്ഞ് ഒഴുക്കി. അത് ആ നദിയിലെ വെള്ളത്തിലെ 10 ദിവസം കിടന്നിട്ടും അതിലൊരു പുഴു പോലും വന്നില്ല, ഒരു പ്രാണി പോലും വന്നില്ല, അത് ദ്രവിച്ചും പോയില്ല. അങ്ങനെയുള്ള ശവം ഇങ്ങനെ ഒഴുകി വരിക കേട്ടോ. അങ്ങനെ ഒഴുകി വരുമ്പോൾ ഒരു കുറുക്കനെ ഇങ്ങനെ ശവമൊക്കെ തിന്നണതാണല്ലോ, അതിങ്ങനെ വിശന്നിരിക്കുക. ഹായ്, നല്ല ഒരു ശവശരീരം വരണു, ആ പുഴുവും പൂച്ചയൊന്നുമില്ല, അതിനെ സുഖമായിട്ട് തിന്നാമെന്ന് പറഞ്ഞ് അതിനെ തിന്നാൻ പുറപ്പെട്ടപ്പോഴേ അതിൻ്റെ ആ ശവശരീരത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു മുനി ഇരുന്നേ ജപിച്ചുകൊണ്ടിരിക്കുക. ഈ കുറുക്കനെ കണ്ടപ്പോൾ കണ്ണു തുറന്നിട്ട്, ഇത് കുറുക്കൻ നീ തിന്നാനാ പോണേ ഇതിനെ? അതെ, എനിക്ക് വിശന്നിട്ട് വയ്യ. അപ്പോൾ ആ മുനി ഒരു ശ്ലോകം ചൊല്ലി കേട്ടോ. അത് നന്നായിട്ട് കുറുക്കന് മനസ്സിലായി എന്നുള്ളതാ അതിശയം. കുറുക്കൻ എങ്ങനെയാണോ സംസ്കൃത ശ്ലോകമൊക്കെ മനസ്സിലാവുക? ശ്ലോകം വേണമെങ്കിൽ ഞാൻ പറയാം. ഹസ്തൗ ദാനവിവർജിതൗ ശ്രുതിപുടൗ സാരസ്വതദ്രോഹിണൗ നേത്രേ സാധുവിലോകനേന രഹിതേ പാദൗ ന തീർത്ഥൗ ഗതൗ അന്യായാർജിതവിത്തപൂർണമുദരം ഗർവോദ്ധതം മസ്തകം രേ ജംബുകമുഞ്ച സഹസ നീചസ്യ നിന്ദ്യം വപുഃ എന്നാണ് പറഞ്ഞത്. രേ ജംബുക മുഞ്ച സഹസ നീചസ്യ നിന്ദ്യം വപുഃ. കുറുക്ക നോക്ക്, ആ മനുഷ്യൻ്റെ ശവശരീരം നീ തിന്നല്ലേ. കൈ തിന്നാലോ അയ്യോ അത് ദാനധർമ്മം ചെയ്തിട്ടില്ല, കാല് തിന്നാലോ അത് ഒരു ദിക്കിലും പോയിട്ടില്ല, ഒരു പുണ്യസ്ഥലത്തേക്ക് പോയിട്ടില്ല. അതിൻ്റെ ഉദരത്തിലോ അന്യായാർജിത വിത്തം കൊണ്ട് അവന് ന്യായമായിട്ട് കിട്ടാവുന്ന അല്ലാത്ത വിത്തം കൊണ്ട് അവനത് വയറ് നിറച്ച് ജീവിച്ചവനാണ്. അവൻ്റെ മസ്തകം എന്തുകൊണ്ട് ഈ അവൻ്റെ അഹങ്കാരം കൊണ്ട് ഒരു സാധുവിനെയും നമസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് അവൻ്റെ സർവാംഗം നോക്കി നോക്കൂ, ഒരു പുഴു പോലും തിന്നിട്ടില്ല. അതിന്
10 ദിവസമായി മരിച്ചു പോയിട്ട് ഒരു പുഴു പോലും അതിനെ തിന്നിട്ടില്ല. അത്രയ്ക്ക് നീചവും നിന്ദ്യവുമാണ് ഇങ്ങനെയുള്ള ജീവിതം ജീവിച്ചു കഴിഞ്ഞാൽ. അത് നമ്മളെ ഇത്തിരി പേടിപ്പിക്കും കേട്ടോ. നമ്മൾ മരിച്ചു പോയാൽ ഈ ശവത്തിനെ ചുടാൻ പോലും ആരും ഉണ്ടാവില്ല. ഇനി തീ വെച്ചാലും അതെ, ചില ശവശരീരങ്ങളുടെ കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എത്ര വിറകിട്ടാലും അതങ്ങോട്ട് ദഹിക്കില്ല. ചിലത് വേഗം ദഹിക്കും. അപ്പോൾ എനിക്ക് തോന്നണതേ കുറേ നീചകൃത്യങ്ങളൊക്കെ ചെയ്തവരുടെ ശരീരമായിരിക്കും. അഗ്നി ഭഗവാൻ പോലും പതുക്കെ മതി, ഇപ്പം അയാളെ ഇപ്പോൾ അത്ര വേഗം അയാളുടെ പഞ്ചഭൗതികമായിരിക്കുന്ന ശരീരം ദഹിപ്പിച്ച് കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണോ എന്തോ. ഇതൊന്നും ഭാഗവതത്തിലില്ല കേട്ടോ. ഇതൊക്കെ ഒരു രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും അല്ലെങ്കിൽ മുഷിയില്ലേ, അതുകൊണ്ട് രസം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ആകാണിന് വിരോധമില്ല എന്നാണ് എനിക്കെപ്പോഴും തോന്നണത് കേട്ടോ. അപ്പോൾ രേ ജമ്പുക മുഞ്ച സഹസ നീചസ്യ നീചം നിന്ദ്യം വപുഹു എന്ന് പറഞ്ഞു അത്രേ. ജമ്പുകൻ അത് കേട്ടപ്പോൾ ശരിയാണല്ലോ, ഈ ശരീരം തിന്നണ്ട, പഷ്ണി കിടന്നാലും ശരി, ഏകാദശി ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ജമ്പുകൻ അവൻ്റെ പാട്ടിന് പോയി എന്ന് ആ ശവശരീരം തൊടാതെ എന്നൊരു കഥയുണ്ട്. ഇതോടുകൂടി നിർത്തണയിൽ എനിക്ക് മനസ്സിന് വിഷമമുണ്ട്. കാരണം നമ്മളുടെയൊക്കെ ശരീരം ഇങ്ങനെ ദഹിക്കാണ്ട് പോവുകയോ പുഴു പോലും അരിക്കാണ്ട് പോവുകയൊക്കെ ചെയ്താൽ അതൊന്നും, അങ്ങനത്തേതൊന്നും പറഞ്ഞുകൊണ്ട് ഈ പുണ്യവേദിയിൽ നിന്നും പുറത്തേക്ക് പോകാൻ എനിക്കിഷ്ടമില്ല. വേറെ ഒരു കഥയും കൂടി ചെറിയതായിട്ട് പറയാം. അതെന്താണെന്ന് വിഷയമുണ്ടോ? സീതാദേവി വളരെയധികം സന്തോഷിച്ചു ഹനുമാൻ്റെ പേരിൽ. അതായത് സീതാദേവിയെ രാവണൻ കൊണ്ടുപോയി അശോകവനത്തിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് സീതാദേവി ഇനി ആത്മഹത്യ ചെയ്ത് കളയരുത്, രക്ഷയുള്ളൂ എന്ന് വിചാരിച്ച സമയത്ത് രാമനാമം ചൊല്ലിക്കൊണ്ടുവന്ന് രാമനെ പറ്റി പറഞ്ഞ് ഞാൻ രാമൻ്റെ ദൂതനാണെന്ന് പറഞ്ഞ് സീതാദേവിയെ സമാധാനിപ്പിച്ച് പോയത് ഹനുമാനാണ്. സീതാദേവിയെ ജീവനോടുകൂടി രാമന് കാണാൻ സാധിച്ചത് തന്നെ ഹനുമാൻ കാരണമാണ്. അങ്ങനെയുള്ളതായ ആ ഹനുമാന് സീതാദേവി ഇതെല്ലാം കഴിഞ്ഞ് അയോധ്യയ്ക്ക് വന്നതിന് ശേഷം വളരെയധികം സന്തോഷത്തോടുകൂടി സീതാദേവി വളരെ ഇഷ്ടപ്പെട്ട് കഴുത്തിൽ എന്നും ധരിക്കാറുള്ള ഒരു മുത്തുമാല എടുത്ത് ഹനുമാൻ്റെ കഴുത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഹനുമാനെ, ഇതെൻ്റെ വക നിനക്ക് സമ്മാനം എന്ന് പറഞ്ഞു. വേഗം ഹനുമാൻ അത് ഊരിയെടുത്തിട്ട് നോക്കി, പിടിക്കണില്ല. ഇഷ്ടപ്പെടാത്ത പോലെയാണ്, മുഖം കണ്ടാൽ അറിയാമല്ലോ. ഇഷ്ടപ്പെട്ടതും ഇങ്ങനെയൊന്നും കാണിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല. പതുക്കെ നല്ലോണം തിരുമ്പി നോക്കി, പിടിക്കണില്ല. അതിൽ നിന്ന് ഒരു മണി കാതിൽ വെച്ച് നോക്കി, ഒരു മണി എടുത്ത് കടിച്ചു നോക്കി, ഒരു രുചിയില്ല. എന്നിട്ട് ഒന്നോടെ കാതിൽ വെച്ച് നോക്കി, രക്ഷയില്ല. കുരങ്ങനെ എന്ത് ചെയ്തു? ഒരേറെറിഞ്ഞു ആ മാല. ഇക്കണ്ട ജനങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ച് ഒരൊറ്റ ഏറങ്ങോട്ട് എറിഞ്ഞു അത്രേ. അപ്പോൾ എല്ലാവരും അതിശയപ്പെട്ടു. സീതാദേവിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കൊതിച്ചിരിക്കുന്ന ആളുകൾ ഒരു നല്ലൊരു മുത്തുമാല കിട്ടിയിട്ട് ഈ കുരങ്ങൻ വലിച്ചെറിഞ്ഞല്ലോ, അവനെ അങ്ങോട്ട് പിടിച്ചു. നീ എന്താടാ കാട്ടിയത്? നീ എന്താ ചെയ്തത്? അപ്പോൾ സീതാദേവി ചോദിച്ചു, മോനെ ഹനുമാനെ, എന്തുകൊണ്ടാണ് നീ ആ മാല സ്വീകരിക്കാത്തത്? നോക്കൂ, സീതാദേവി ചോദിച്ച ചോദ്യവും ആളുകളെല്ലാവരും കൂടി പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിട്ട് ഏതാടാ എന്ന് പറഞ്ഞ കരണക്കുറ്റിക്ക് അടിക്കാനൊക്കെ തുടങ്ങി. സീതാദേവി ചോദിച്ചു, മോനെ ഹനുമാനെ, നീ എന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ഹനുമാൻ പറഞ്ഞു, അമ്മ ക്ഷമിക്കണം, ശ്രീരാമനാമം ചൊല്ലാത്തതും ശ്രീരാമൻ്റെ രുചി ഇല്ലാത്തതുമായ ഒരു സാധനവും ഈ കുരങ്ങിന് വേണ്ട. ഞാൻ നോക്കി, അതിൽ രാമനാമം കണ്ടില്ല. ഞാൻ കാതിൽ വെച്ച് നോക്കി, രാമനാമം കേട്ടില്ല. കടിച്ചു നോക്കി, അതിന് ശ്രീരാമൻ്റെ നാമം ചൊല്ലുമ്പോഴുള്ള സ്വാദില്ല. അതുകൊണ്ടാണ് ഞാനത് വലിച്ചെറിഞ്ഞത്. സീതാദേവിക്ക് സന്തോഷമായി. ബാക്കിയുള്ള ആളുകൾ വിടുവോ? എടാ കുരങ്ങ, ഇവിടെ വാ, നിൻ്റെ വാലിലുണ്ടോടാ രാമനാമം? നിൻ്റെ കുരങ്ങിൻ്റെ മുഖറിലുണ്ടോടാ രാമനാമം? നിൻ്റെ തലയിലുണ്ടോടാ രാമനാമം? അതൊക്കെ പോട്ടെ, നിൻ്റെ രോമത്തിലുണ്ടോടാ എന്ന് ചോദിച്ചപ്പോൾ ഹനുമാൻ എന്ത് ചെയ്തു എന്നറിയാവോ? എനിക്കിപ്പോൾ ചാടി എണീറ്റ് നിൽക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ, കാലു വേനിച്ചിട്ടേ. അപ്പോൾ എന്ത് ചെയ്തു? ആ ഒരു രോമം പറിച്ചെടുത്തു. ഈ കുരങ്ങന്മാർക്ക് നിറയെ രോമം ഉണ്ടാവുകയെ, നീളത്തിലുള്ളൊരു രോമം പറിച്ചെടുത്ത് ഇങ്ങനെ ഊത്തി. ആ രോമം രാമ 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 എന്നിങ്ങനെ ചൊല്ലി എത്ര എല്ലാവരും കേൾക്കേ. നോക്കൂ, ഒരു ഭക്തൻ്റെ രോമം പോലും രാമനാമം ചൊല്ലും. ഒരു ദുഷ്ടൻ്റെ മുഴുവൻ ശരീരവും, ഒരു നരി പോലും, ഒരു
കുറുക്കൻ പോലും തിന്നില്ല, ഒരു പൂച്ചി പോലും, ഒരു പുഴു പോലും മരിക്കില്ല, അതിന് പോലും പ്രയോജനം ഉണ്ടാവില്ല നമ്മുടെ ശരീരം എന്നാണ് 3-ാം അധ്യായത്തിൽ, 2-ാം സ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒന്ന് ഭാഗവതം ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒന്ന് ചോദിച്ച് മേടിച്ചിട്ടെങ്കിലും 2-ാം സ്കന്ധത്തിലെ 1, 2, 3 അധ്യായങ്ങൾ ഒന്ന് വാങ്ങിച്ച് അതൊന്ന് വായിച്ച് നോക്കുക. മലയാളത്തിൽ അർത്ഥമുള്ളതാണെങ്കിൽ കുറേയൊക്കെ മനസ്സിലാവും. പിന്നെ അറിയാവുന്നവരുണ്ടേ, ഇതിൽ ഭാഗവതം കലക്കി കുടിച്ച് ഇരിക്കുന്ന ആളുകളുണ്ട്, എനിക്കറിയാം. ഞാൻ ഇത്ര ധൈര്യമായിട്ട് സംസാരിച്ചത് അവരെ കാണാണ്ട് കണ്ണു പൊത്തി ചെവി പൊത്തി പിടിച്ചിട്ട് ഒന്നും അറിയാത്ത കൊച്ചു കുട്ടികൾക്ക് പറയണതായിട്ട് അങ്ങോട്ട് പറഞ്ഞു, അത്രയേ ഉള്ളൂ കേട്ടോ. പറഞ്ഞതിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഞാനിതുപോലെ ഭാഗവതം പറയണ ആളോ രാമായണം പറയണ ആളോ ഒന്നുമല്ല. വ്യാസഭവനത്തിൽ നമ്മുടെ വ്യാസമന്ദിരത്തിൽ വന്ന് നോക്കിയാൽ അവിടെ കാണുന്ന കുപ്പയൊക്കെ പെറുക്കിയെടുത്ത്, അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും അടുക്കളയിൽ എന്തെങ്കിലും സഹായിച്ചു കൊടുത്ത്, അങ്ങനെ വയസ്സായ ആളുകളുടെ മുറിയിൽ പോയിട്ട് എന്തെങ്കിലും സഹായിച്ചു കൊടുക്കുന്ന ആളാകട്ടോ. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. ഞാൻ നിർത്തട്ടെ, എൻ്റെ കർത്തവ്യം എന്തേ, ഇനി 2 മിനിറ്റേ ബാക്കിയുള്ളൂ. ആ 2 മിനിറ്റ് നേരത്തേക്ക് എനിക്ക് ഒരു ഇത് പാടാനുണ്ട്, അത് പാടി ഞാൻ നിർത്താം. ഇത് जय व्यास भगवान, जय 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 व्यास भगवान, वशिष्ठ पुत्र शक्ति की जय, शक्ति पुत्र पराशर की जय व्यास भगवान, पराशर नंदन जय जय सत्यवती नंदन, जय सुकताद की जय, जय पांडु पिता की जय, जय 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 व्यास भगवान, जय महाभागवत, जय 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 महाभारत, जय 18 पुराणों की उप पुराणों की जय 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 व्यास भगवान, जय ऋग्वेद की जय 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 यजुर्वेद की, साम अथर्व वेदों की श्रुति स्मृति पुराणों की जय 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 व्यास भगवान, ब्रह्म सूत्र की जय, जय जय उपनिषदों की जय, गीता शास्त्र की जय, जय जय प्रस्थान त्रयों की जय, जय 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 व्यास भगवान, जय व्यास भगवान, जय 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 व्यास भगवान, जय 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 व्यास भगवान, जय 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 व्यास भगवान. എല്ലാവർക്കും